ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മുടെ കാര്യമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് NTPC അതുപോലെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ ഇവനെ രണ്ടുപേരെയും ക്രാക്ക് ചെയ്യുക വരുന്ന 2025. അതിന് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി വരാനിരിക്കുന്ന SSC പരീക്ഷകളാകട്ടെ, ബാങ്ക് പരീക്ഷകളാകട്ടെ, അതുപോലെ തന്നെ മറ്റ് RRB പരീക്ഷകളാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് പരീക്ഷകളോ ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിലുള്ള PSC പരീക്ഷകളായിക്കോട്ടെ, ഏത് സാധനമാണെങ്കിലും ഇവിടെയെല്ലാം നമുക്ക് ഈ രണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതോടൊപ്പം ഇനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന കാറ്റഗറികളിൽ നിന്ന് ഏത് പരീക്ഷ വന്നാലും നമുക്ക് പ്രോപ്പറായ ഒരു റിവിഷനിലൂടെ നമുക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ തയ്യാറെടുക്കാൻ പറ്റണം. ആ രീതിയിലുള്ളതാകുന്ന പ്രിപ്പറേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നിലവിൽ നമ്മൾ കൊണ്ടുവരാൻ. നിലവിൽ നമ്മൾ അങ്ങനെ വേണം പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ ആണോ? അപ്പം അത്തരത്തിലാകുന്ന ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആയിരുന്നു. നിങ്ങളെ നമ്പർ സിസ്റ്റത്തിനകത്ത് ഏകദേശം 60-ന് മുകളിലാകുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്രീവിയസ് ഇയർ ആകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നു. അതുപോലെ നമുക്ക് ലൈവായിട്ട് നമ്മൾ ടെലഗ്രാമിനകത്തൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആ ലൈവിനകത്ത് ഇനിയും ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൻ്റെ ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതുവഴിയായിരിക്കും ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ആകുക. ശരി, ഇനി നമ്മൾ ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. LCM HCF ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഏതാ ടോപ്പിക്? LCM HCF. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത ടോപ്പിക്ക് ഇതിനകത്ത് നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 2 മാർക്ക് വരെയും സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 മാർക്ക് വരെയും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് LCM HCF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവനെ പഠിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങട്ടെ. മക്കളെ, ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് LCM, എന്താണ് HCF എന്ന്. LCM എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. എന്തെന്ന് പറയും? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. എന്താ ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ 2 നമ്പറുകളെ സെലക്ട് ചെയ്തു. ഒരാൾ 3 ആണ്, മറ്റേയാൾ 4 ആണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഈ 2 പേരുടെയും ടേബിൾ ഒന്ന് എഴുതേ. ദാണ്ടേ 3, 6, 9, 12, 15, 18 ഇങ്ങനെ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടേബിളാണ് ഉള്ളത്. ശരി, ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാൽ 4ന്റെ ടേബിൾ നോക്കിയാൽ 4, 8, 12, 16, 20, 24 ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ടേബിളാണ് ഉള്ളത്. ഇനി ഇവിടെ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് നീട്ടാം. 18, 3, 21, ദാ ഇവിടെ 24 ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന ടേബിളാണ് 3-ന്. ദാ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുന്ന ടേബിളാണ് 4-ന്. ഈ 2 ടേബിളുകളും ഒന്ന് ശ്രദ്ധിച്ചേടാ. ഈ 2 ടേബിളുകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. 3ന്റെ പട്ടികയിലും 4ന്റെ പട്ടികയിലും ഒരുപോലെ വരുന്ന ആവർത്തിക്കുന്ന സംഖ്യകളുണ്ട്. ആരൊക്കെയാ? ദാ ഇവിടെ 12 എന്ന് പറയുന്ന സംഖ്യ വരുന്നുണ്ട്. ദാ ഇവിടെ 24 എന്ന് പറയുന്ന സംഖ്യ വരുന്നുണ്ട്. ഇതുപോലെ അനേകങ്ങളായ നമ്പറുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെ ആവർത്തിക്കപ്പെടുന്നതായ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആൻഡ് 4-ൽ ഓക്കെ ആണോ? ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആരാണ്? ആരാണ് അവിടുത്തെ ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ? അവനെ വിളിക്കുന്ന പേരാണെന്ത്? LCM. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന 12 എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ LCM. പിടികിട്ടിയോ? ഇനി എന്താണ് HCF എന്ന് പഠിക്കണ്ടേ? ഇനി മക്കളെ, HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് പറയുക. എന്താണ് പറയുക? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. എല്ലാ ബേസിക് ആയ കാര്യങ്ങളും പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നേ നിങ്ങളെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ നമ്മൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്നും പറയാറുണ്ട്. GCF അല്ലെങ്കിൽ HCF എങ്ങനെ വേണോ പരിശോധിക്കാം, എങ്ങനെ വേണോ പഠിക്കാം. ഓക്കെ ആണോ? ഇനി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കാര്യം നോക്കേ. 30 അതുപോലെ 45 2 സംഖ്യകൾ ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് തന്നു. ഇനി ഞാൻ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ഈ പറയുന്ന 30ന്റെ ഫാക്ടേഴ്സുകൾ ആരൊക്കെയാണ്? ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് 30 ആൻഡ് 45 ആരാണെന്ന് കണ്ടുപിടിക്കൂ. മക്കളെ, 30യുടെ ഫാക്ടറുകളായിട്ട് ആരൊക്കെ വരും? 2 നമ്പറുകൾ ഞാൻ തന്നു. അതിൽ ആരൊക്കെയുണ്ട്? 30ഉം 45ഉം. ഫാക്ടറുകൾ എഴുതാൻ പറയുമ്പോൾ ആരൊക്കെ വരുമെന്നൊന്ന് ആലോചിച്ച് നോക്കേ. എല്ലാ നമ്പറുകൾക്കും ഒരു ഫാക്ടർ 1 ഉണ്ട്. ശരി, ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഫാക്ടർ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏതോ ഒരു നമ്പർ കൊണ്ട് 30നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അങ്ങനെ റിമൈൻഡർ 0 തരുന്ന നമ്പറുകൾ ആരൊക്കെ? 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരും, 4 ഇല്ല, 5 കൊണ്ട് ചെയ്താൽ 0 വരും, 6 കൊണ്ട് ചെയ്താൽ 0 വരും, 7 ഇല്ല, 8 ഇല്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരുമോ? ഇല്ല.
10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 വരും. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് 15 ആണ്. അത് കഴിഞ്ഞാൽ ദ നമ്പർ ഇറ്റ് സെൽഫ്. ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്പർ ഇറ്റ് സെൽഫ്. അതായത് 1 അതുപോലെ തന്നെ 30, ഇത് രണ്ടും എല്ലാ സംഖ്യകളിലും അതുപോലെ വരും. അതായത് 1ഉം അതേപോലെ ദ നമ്പർ ഇറ്റ് സെൽഫും കോമൺ ആയിട്ടുണ്ട്, എല്ലാ സംഖ്യകളിലും ഉണ്ട്. ഇതല്ലാതെ വേറെ ആരൊക്കെയുണ്ട് റിമൈൻഡർ 0 തരുന്നത് എന്നുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? ഇതിലിപ്പോൾ എല്ലാവരും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട, മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. അടുത്ത ആരാ മക്കളെ? 45. ഇവനെ ഒന്ന് പരിഗണിച്ച് 45നെ എടുക്കുമ്പോൾ ഇവിടെ എന്താ? 1 എന്തായാലും ഉണ്ട്. 2 വരുമോ? ഇല്ല. 3 പക്ഷേ വരും. 4 ഉണ്ടോ? ഇല്ല. 5 വരുമല്ലോ. ഇനി 6 വരൂല. 7 വരുമോ? ഇല്ല. 8 വരൂല. 9 വരും. കണ്ടോ? 10 ഇല്ല, 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല, 14 ഇല്ല. ഇനി ആരാ ഉള്ളത്? 15 ഉണ്ട്. 15 കഴിഞ്ഞാൽ 16, 17, 18 അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ആകെയുള്ളത് നമ്പർ ഇറ്റ്സെൽഫ് ആയിട്ടുള്ള 45 മാത്രം. ഇവിടെയും 1ഉം നമ്പർ ഇറ്റ്സെൽഫും ഉണ്ട്. പിന്നെ ഇടയിലുള്ള കുറേ ആളുകളെ കണ്ടുപിടിച്ചു. ഇപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്തു? 30ന്റെ ഫാക്ടറുകളെയും കണ്ടുപിടിച്ചു, അതുപോലെ 45ന്റെ ഫാക്ടേഴ്സിനെയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ ഫാക്ടറുകളാകുന്ന ആളുകളിൽ കോമൺ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? 15 ഉണ്ട്, ഇവിടെയും 15 ഉണ്ട്. ഇങ്ങനെ കോമൺ ആകുന്ന ഫാക്ടറുകൾ ഒരുപാട് വരും. പക്ഷേ ഹൂ ഈസ് ഗ്രേറ്റർ എമംഗ് ദം? ഈ പറയുന്ന രണ്ടു പേരുടെയും ഫാക്ടറുകളാകുന്നതിലെ ഏറ്റവും വലിയവൻ ആരാണ്? അത് 15. എങ്കിൽ ആ വലിയ ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? HCF. ആ ഒരു കോൺസെപ്റ്റ് തലയിലേക്ക് പിന്നായോ? കറക്റ്റായിട്ട് നിങ്ങളുടെ തലയിലേക്ക് ആ കോൺസെപ്റ്റ് അങ്ങ് ഇറങ്ങിയോ? ശരി, അപ്പൊ എന്താണ് LCM, എന്താണ് HCF എന്നുള്ളത് മനസ്സിലാക്കി തന്നെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ള അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മക്കളെ, 2 നമ്പറുകളുടേതാകുന്ന LCM കണ്ടുപിടിക്കാനും HCF കണ്ടുപിടിക്കാനും എൻ്റെ കയ്യിലൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് സ്ലാഷ് മെത്തേഡ് എന്ന്. മക്കളെ, ഒന്നുമില്ല, കട്ട് ഡൗൺ ചെയ്ത് ആൻസറിനകത്തേക്ക് എത്തിക്കുക. എന്താ ഞാൻ ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, സമയം ലാഭിക്കാൻ പറ്റണം. അതായത് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് പ്രൈം ഫാക്ടർ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. താണ്ടെ 30നെ 45നെ ഇങ്ങനെ എഴുതും. കോമൺ ആകുന്ന നമ്പർ ഇപ്പോൾ 5 ഉണ്ട്, ശരിയാ, 5 ഉണ്ട്. അങ്ങനെ 5നെ ഇങ്ങോട്ട് വെട്ടി എഴുതി. അങ്ങനെ 5 കൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് എൻ്റെ ആൻസർ ഇവിടെ എന്ത് വരും? ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 6 വരും. ഇവിടെ 5 കൊണ്ടാകുമ്പോഴത്തേക്ക് എത്ര വരും? 9 എന്ന് വരും. ഇനിയും കോമൺ ആകുന്ന ഫാക്ടറുകളുണ്ട്, അതുകൊണ്ട് ഇനിയും 3 കൊണ്ട് വെട്ടാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 3 കൊണ്ട് വെട്ടിയാൽ 3 വരും. ഇനി എനിക്ക് താഴേക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റില്ല എന്ന കാരണം കൊണ്ട് ഇവന്റെ HCF ആകുന്ന ആളുകൾ ഈ സൈഡിൽ വരുന്നതാകുന്ന 2 പേരാ. ഈ LCM ആകുന്നവൻ ആരാണ്? അതാണ്ട് HCF എന്ന് പറയുന്നവൻ ആരാണ്? ഈ 2 പേര്, ആ സൈഡിലുള്ള 2 പേര്. 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. എൻ്റെ LCM എന്ന് പറയുന്ന ആൾ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 × 3നോടൊപ്പം ഈ 2 × 3 കൂടെ ചേർക്കണം. അപ്പൊ എത്ര വരും? 15 × 3 2 6, 15 × 6 എന്ന് പറയും. അതെത്ര വരുമായിരിക്കും? 90 എന്ന് വരും. കണ്ടോ? അപ്പോൾ എൻ്റെ LCM-ഉം കിട്ടി, HCF-ഉം കിട്ടി. സാധാരണ ഈ രീതിയിലാണ് കണ്ടുപിടിക്കുക. പക്ഷേ ഞാൻ പറയുന്ന സ്ലാഷ് മെത്തേഡിനകത്ത് കുറച്ച് സമയം ലാഭിക്കാനുള്ളതാകുന്ന വഴികളുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതായിരിക്കും എളുപ്പം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 30 അതുപോലെ 45. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, 2 സംഖ്യകളിൽ ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ ഡിവിഷൻ മെത്തേഡില്ലേ, പ്രൈം ഫാക്ടർ ഡിവിഷൻ പറഞ്ഞില്ലേ, ആ സെയിം സാധനം തന്നെ ഇവിടെയും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ വരയൊന്നും ഇടാതെ വളരെ നൈസായിട്ട് അതിനെ ഒന്ന് ഓർഡർ ചെയ്ത് എഴുതി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവന്മാരിൽ 2 പേരും ഏതെങ്കിലും ആകുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ വെച്ച് വെട്ടുക. ഇവിടെ ഇപ്പോൾ നോക്കേ, 2 പേരിലും കോമൺ ആയിട്ട് എനിക്ക് അറിയാം. ഇവിടെയും 5 ഒരു കോമൺ ഫാക്ടർ, ഇവിടെ ഒരു 5 ഒരു ഫാക്ടറാണ്, ഇവിടെയും 5 ഒരു ഫാക്ടറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? 5 എന്ന് സൈഡിലോട്ട് എഴുതും, ഒരു ഗുണചിഹ്നം ഇട്ട് വെക്കും. 5 കൊണ്ട് വെട്ടുമ്പോൾ എനിക്കറിയാം ഇവിടെ 6 വരും. 5 കൊണ്ട് വെട്ടുമ്പോൾ എനിക്കറിയാം ഇവിടെ 9 വരും. കണ്ടോ? ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അവശേഷിക്കുന്നത് ഇപ്പോൾ വെട്ടി ചെറുതാക്കി കിട്ടിയ 6 9 അല്ലേ? ഇവരിൽ 2 പേരിലുമായി അടങ്ങുന്ന വേറെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. 3 കൊണ്ട് വെട്ടാം. ആ 3നെ ഇവിടേക്ക് എഴുതുക. ആ 3 കൊണ്ടങ്ങ് വെട്ടുക. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 2. ഇനി എന്ത് ചെയ്യും? 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 3. അങ്ങനെ വെട്ടി 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 നിലവിൽ ഇപ്പോൾ ഞാൻ 2 3 എന്ന നമ്പറുകളിൽ എത്തി നിൽക്കുക. മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2 3ന്റെയും പ്രത്യേകത എന്താ? ദീസ് 2 ആർ കോപ്രൈംസ്. അതായത് ഈ 2 സംഖ്യകൾക്ക് ഇടയിൽ പൊതുവായ ഫാക്ടറുകൾ ഒന്നുമില്ല. അതായത് HCF എന്ന് പറയുന്നത് 1 ആകുന്ന നമ്പറുകളാണ് ആര്? HCF എന്ന് പറയുന്നത് 1 ആകുന്ന നമ്പറുകളാണ് ആര്? 2 3. അതായത് HCF 1 ആണ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് കോപ്രൈം എന്ന് പറയുന്നത്. സോ 2 and 3 ആർ കോപ്രൈം. അത്രയും വരെയും നമ്മൾ ചെയ്തു വരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള 5 × 3 എന്ന് പറയുന്നത് 15. ഇതായിരിക്കും ആര്? HCF. ഇനി എന്താ പറയേണ്ടതെന്നറിയോ? ഈ 2നെയും 3നെയും കണ്ടോ?
മക്കളെ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഞാനത് എടുത്ത് പറയും. എന്നിരുന്നാലും ഒന്ന് ഓർക്കുക, ഇവിടെ പി എന്ന് വിളിക്കും, ഇവനെ ക്യൂ എന്ന് വിളിക്കും എന്നാണെങ്കിൽ പിയും ക്യൂവും കോപ്രൈമുകളാണെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. പിയും ക്യൂവും കോപ്രൈമുകളാണ്. ആ ഒരു ലാസ്റ്റ് നമ്പർ ഇനി ഞാൻ പറയുന്നത് കേട്ടെ. 5 ഗുണം 3 ആകുന്ന 15 അവിടെ ഉണ്ട്. ഗുണം ദാ ഈ 2 3 അതിൻ്റെ കൂടെ എഴുതി ചേർത്താൽ ആ കിട്ടുന്നവൻ എന്തായിരിക്കും? 90. ഇതായിരിക്കും അവൻ്റെ LCM എന്ന് പറയുന്നത്. ഇതാണ് സ്ലാഷ് മെത്തേഡ്. നമ്മളെ ഒരു വലിയതാകുന്ന സാധനത്തിനെ വളരെ നിസ്സാരമായിട്ട് വെട്ടിച്ചെറുതാക്കി കയ്യിലെടുത്താൽ HCFും LCMും നമുക്ക് അവിടുന്ന് കിട്ടും. സ്ലാഷ് മെത്തേഡ് ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞുതരാം. ഉദാഹരണങ്ങൾ ദാണ്ട് അടുത്തൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം പറഞ്ഞുതരാം. ദാ നോക്കേടാ. അതുപോലെ എടുത്തോ 36, അതുപോലെ 225 രണ്ട് നമ്പറുകളാണ്. ഇവിടെ 36 225. ഇവിടെ നമുക്ക് സ്ലാഷ് മെത്തേഡ് പ്രകാരം നമുക്ക് നോക്കാം. 6 3 9 ദാണ്ടേ 5 2 7 2 9. 9 കൊണ്ട് ഡിജിറ്റിന്റെ സമ്മ് നോക്കുമ്പോൾ 9 കൊണ്ട് രണ്ടുപേരെയും വെട്ടാം. അപ്പൊ ഞാൻ 9 എന്ന് എഴുതി ഗുണം 9 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര വരും? 4. 9 കൊണ്ട് വെട്ടിയാൽ ഇവിടെ എത്ര വരും? 9 2 18. 2 18ആയി. 18 കഴിച്ചാൽ 4 9 5 45. 25 ഗുണം 9 ആണ് 225. ശരിയാണോ? ഇനി നമുക്ക് ഇവനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ? ഇനി നമുക്ക് ഇവനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല. അതായത് ഇവന്മാരിപ്പോൾ ഏത് കണ്ടീഷൻ കോപ്രൈം എന്ന് പറയുന്ന കണ്ടീഷനിലായി. അതിനർത്ഥം എന്താ? 9 എന്ന് പറയുന്ന സംഖ്യയാണ് എൻ്റെ ആര്? HCF. ഇനി അങ്ങോട്ട് പോകണ്ട. LCM വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 4 ഇവിടേക്ക് എഴുതുക, ഈ 25ഉം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് എഴുതുക. സോ എൻ്റെ LCM എന്ന് പറയുന്നത് 900 എന്ന് വരും. LCM എത്ര വരും ഇവിടെ? HCFിൻ്റെ കൂടെ പിയും ക്യൂവും അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ കോപ്രൈം നമ്പറുകൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എൻ്റെ LCM എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 900 എന്ന് വരും. ഡൗട്ടുകളൊന്നുമില്ലേ? അപ്പോൾ മനസ്സിലാക്കേണ്ടതാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സ്ലാഷ് മെത്തേഡിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായി വളരെ വേഗത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ മുമ്പോട്ടേക്ക് സ്ലാഷ് മെത്തേഡിലൂടെ പോകുമ്പോഴും നമുക്ക് അവിടെ ബേസിക് ആകുന്ന ലോജിക്ക് വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അതായത് സ്ലാഷ് മെത്തേഡ് ആണോ വലുത് അതോ ലോജിക് ആണോ വലുത് എന്ന് ചോദിച്ചാൽ ലോജിക് ആണ് വലുത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എഴുതുക 36 അതുപോലെ 216. ഈ നമ്പറുകളുടെ LCM എന്ത്, HCF എന്ത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? 36ന്റെ പട്ടിക ചൊല്ലുമ്പോൾ 216 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ദാറ്റ് മീൻസ് എനിക്ക് 216 ഡിവൈഡഡ് ബൈ 36 എന്ന് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ തന്നിട്ടുള്ളതിലെ ചെറുതാകുന്ന സംഖ്യ അതാണ് അവിടുത്തെ HCF. HCF എന്ന് പറയുന്നത് ആരാ? 36. ഈ തന്നിട്ടുള്ളതിലെ വലുതാകുന്ന സംഖ്യ അവനാണ് അവിടുത്തെ എന്ത്? LCM എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ലോജിക്ക് എപ്പോഴും വർക്ക് ചെയ്ത് വേണം പോകാൻ. ഓക്കെ ആണോ? ഇതിപ്പോൾ ഞാൻ 2 സംഖ്യകൾ വെച്ചുള്ള കണ്ടീഷൻസാണ് ഞാൻ ഈ പറഞ്ഞു പോയതല്ല. ഇനി ഇത് 3 സംഖ്യകൾ വന്നാലും 4 സംഖ്യകൾ വന്നാലും ഒക്കെ നമുക്ക് ഈ ലോജിക്ക് എന്ന് പറയുന്നതിനോടൊപ്പം സ്ലാഷ് മെത്തേഡോടെ കൂട്ടി വേണം നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേ മക്കളെ. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് 2 നമ്പർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ആരെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്? 2 നമ്പർ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം. ആരെയാ ഞാൻ പറയാൻ പോകുന്നത്? 2 നമ്പർ കോൺസെപ്റ്റ് എന്ന് പറയും. 2 നമ്പർ കോൺസെപ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ഒതുക്കിയെടുത്തൊരു മാർഗ്ഗമാണ് ഈ 2 നമ്പർ കോൺസെപ്റ്റ്. നിങ്ങളെ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ 2 നമ്പേഴ്സ് തരും. എത്ര നമ്പേഴ്സ് തരും? 2 നമ്പേഴ്സ് തരും. ഈ പറയുന്ന 2 നമ്പറുകളുടേതാകുന്ന എന്ത്? HCF അതുപോലെ LCM ഇവയ്ക്കിടയിൽ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായ ബേസിക് ഇക്വേഷനുകൾ ആരൊക്കെ? ഇതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ഇക്വേഷൻസ് കൂടെ കാണാതെ പഠിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. മക്കളെ നോക്കേടാ, ഒന്ന് മനസ്സിലാക്കണേ മക്കളെ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആരാണ്? ഇത് പഠിച്ചിട്ട് ഞാനിത് എന്താണെന്ന് എടുത്തു പറയാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നവൻ ആരാണ്? ഒന്ന് ശ്രദ്ധിച്ചേടാ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് HCF ഇൻറ്റു P ആയിരിക്കും. അസ്യൂം ചെയ്താൽ മതി. ഇതെന്താന്ന് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നവൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ HCF ഇൻറ്റു Q ആയിരിക്കും. അതുപോലെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ LCM എന്താണ് എന്നാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക. LCM എന്താണെന്ന് ചോദിച്ചാൽ HCF ഇൻറ്റു P ഇൻറ്റു Q ആയിരിക്കും. ഓക്കെ. അതുപോലെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയണം HCF ഇൻറ്റു LCM. എന്താണ്? LCM ഇൻറ്റു HCFും പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സും സെയിം ആയിരിക്കും. ഒരു ഇക്വേഷൻ കൂടെ പഠിക്കണം. എന്താ? അതെ, നമ്മുടെ 5ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് HCFിൻ്റെ സ്ക്വയർ ഇൻറ്റു
പി ഇൻറ്റു ക്യൂ ആയിരിക്കും. ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദാ ഈ പറയുന്ന എൽ സി എമ്മിനെ എടുത്ത് ദാ ഇവിടുത്തെ എൽ സി എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് എച്ച് സി എഫിൻ്റെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ എന്ന് വരുന്നത്. ഈ 5 ഇക്വേഷൻസ് ഒന്ന് പഠിച്ച്. ഇത് ഒന്നാമത്തത്, ദാ ഇത് രണ്ടാമത്തത്, ദാ ഇത് മൂന്നാമത്തെ ഇക്വേഷൻ, ഇത് നാലാമത്തെ ഇക്വേഷൻ, ഇത് അഞ്ചാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണോ? ഒന്ന് പഠിച്ചേടാ, കാര്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ചു നോക്കേ മക്കളെ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇൻറ്റു പി ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇൻറ്റു ക്യൂ ആണ്. എൽ സി എം എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇൻറ്റു പി ഇൻറ്റു ക്യൂ ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ച് സി എഫിൻ്റെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതെന്താണെന്ന് പറഞ്ഞുതരാം. അതിന് ഞാനൊരു എക്സാമ്പിൾ വേണം പറഞ്ഞു കൊടുക്കാൻ. എന്താണെന്നുള്ളത് നോക്കിക്കോണേ. നമ്മൾ നേരത്തെ പഠിച്ച അതേ എക്സാമ്പിൾ 30ഉം 45ഉം എടുത്തു. ഇവന്മാരുടെ എൽ സി എം എച്ച് സി എഫും കണ്ടുപിടിക്കാൻ നോക്ക്. അറിയാം ഇവനെ 15 കൊണ്ടാണ് എനിക്ക് വെട്ടാൻ സാധിക്കുന്നത്. 15 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 15 ഗുണം 2 വരും. ഇവിടെ എത്ര വരും? 15 ഗുണം 3 വരും. 15 ആണ് ഇവിടുത്തെ എച്ച് സി എഫ്. ഓക്കെ ആണോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. 15 എന്ന് പറയുന്നത് ഇവിടുത്തെ ആരാണെന്ന് പറഞ്ഞു? എച്ച് സി എഫ്. എൽ സി എം എന്ന് പറഞ്ഞാൽ ആരാ? ഈ 2 3 ഗുണിച്ച് ചേർക്കണം. 2 ദാണ്ടേ 3. മക്കളെ ഒറ്റ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 അതുപോലെ ഈ 3 ഇവര് രണ്ടുപേരും ഏത് കണ്ടീഷനിലാ? കോപ്രൈം ആകുന്ന കണ്ടീഷനിലാ. ഇവന്മാര് കോപ്രൈം ആകുന്ന കണ്ടീഷൻ ആകുമ്പോൾ ദാ ഇവനെ പി എന്ന് വിളിച്ചോ, ദാ ഇവനെ ക്യൂ എന്ന് വിളിച്ചോ. ശരിയാണോ? അതായത് ദാ ഈ തന്നിട്ടുള്ളതിലെ പിയും ക്യൂവും ആരാണ്? കോപ്രൈമുകളാകുന്ന ആളുകളാണ്. പിയും ക്യൂവും ആരാണ്? കോപ്രൈംസ് ആണ്. ഓക്കെ ആണോ? പി ക്യൂ ആരാണ്? പിയും ക്യൂവും ആരാണ് മക്കളെ? കോപ്രൈംസ് ആണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണേ. പിയും ക്യൂവും കോപ്രൈംസ് ആണ്. ഇനി ഇതാ ഇതിനകത്ത് നമുക്ക് ആൻസറുകൾ കിട്ടുമെന്ന് നോക്കിയാൽ ഫസ്റ്റ് നമ്പർ ആരാണെന്ന് അറിയാൻ എച്ച് സി എഫ് ഇവിടെ എത്ര? ദാണ്ടേ 15. അവിടെ പി എത്ര? 2. ദാണ്ട നോക്കേ 15 ഗുണം 2 30. ഫസ്റ്റ് നമ്പർ കിട്ടി. അടുത്തത് എച്ച് സി എഫ് ഇൻറ്റു ക്യൂ സെക്കൻഡ് നമ്പർ വരുന്നുണ്ടോ നോക്കേ. 15 ഗുണം 3 45. സെക്കൻഡ് നമ്പർ വരുന്നുണ്ട്. എൽ സി എം ദാ നോക്കേടാ, എച്ച് സി എഫ് 15 ആണ്. എന്താ ഉള്ളത്? പിയും ക്യൂവും 2 3 ഗുണിച്ച് കഴിഞ്ഞാൽ ദാണ്ടേക്ക് ഈ കിട്ടിയത് എൽ സി എം എത്ര വരുന്നത്? 90. ശരിയാണോ? അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 30 ഗുണം 45 എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? എച്ച് സി എഫ് ഇൻറ്റു അവിടുത്തെ എൽ സി എം എത്ര? 90. ഇത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ ഓക്കെ. അത് വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കി നോക്കിക്കോ. അതാണ്ടേ 45 കൊണ്ട് ഇവനെ 2 വരെയും വെട്ടാം. ഇവിടെ എത്ര വരും? 2 വരും. ഇനി ഇവിടെ എത്ര ഉള്ളത്? ഈ പറയുന്ന 15 2 30. ഇവിടെ 30 ഉണ്ട്. 1 ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കണ്ടോ, രണ്ട് സൈഡും ബാലൻസ്ഡ് ആണ്. കണ്ടോടാ, എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സിന് ഈക്വൽ ആണ്. അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആർക്കും ഈക്വൽ ആയിരിക്കും? എച്ച് സി എഫിന്റെ സ്ക്വയർ ഇൻറ്റു പി ഇൻറ്റു ക്യൂവിന് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കണം. പരീക്ഷയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കൂടുതലാകുന്ന ചോദ്യങ്ങളും വരുന്നത് ഈ രീതിയിലായിരിക്കും. പ്രോഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ. അതായത് ഇഫ് 2 നമ്പേഴ്സ് ആർ കോപ്രൈംസ്, എന്താ പറയണ്ടേ? ഇഫ് 2 നമ്പേഴ്സ് ആർ കോപ്രൈംസ് എന്ന രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക കേട്ടോ മക്കളെ. 2 നമ്പറുകളുണ്ട്. ആ 2 പേരും കോപ്രൈമുകളാണെങ്കിലോ, കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സി എഫ് 1 ആണ് എന്നല്ലേ അർത്ഥം മക്കളെ. ഈ തന്നിട്ടുള്ള എല്ലാ എച്ച് സി എഫിന്റെ സ്ഥാനങ്ങളിലും 1 കൊടുത്താൽ എന്ത് വരുമോ അതിനെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്പർ ആർക്ക് ഈക്വൽ ആകും? ഫസ്റ്റ് നമ്പർ ആർക്ക് ഈക്വൽ ആകും? പിക്ക് ഈക്വൽ ആകും. സെക്കൻഡ് നമ്പർ ആർക്ക് ഈക്വൽ ആകും? അത് ക്യൂവിന് ഈക്വൽ ആകും. എങ്കിൽ എൽ സി എം എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആകും? പി ഇൻറ്റു ക്യൂവിന് ഈക്വൽ ആകും. ദാറ്റ് ഈസ് ഈ പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാ? പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി പറയണം കേട്ടോ. ആണ്ട് എൽ സി എം എന്ന് പറയുന്നത് പി ഇൻറ്റു ക്യൂ, എച്ച് സി എഫ് 1 അല്ലേ? പി ഇൻറ്റു ക്യൂ. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കും? പ്രോഡക്റ്റ് എന്ന് പറയുന്നതും പി ഇൻറ്റു ക്യൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എൽ സി എമ്മും പ്രോഡക്റ്റും സെയിം ആയി മാറി. എൽ സി എം ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ കോപ്രൈംസ് ആണെങ്കിൽ എൽ സി എം ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. കണ്ടോ? എൽ സി എം ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ്. അഞ്ചാമത്തെ ഇക്വേഷൻ ഇല്ല. കാര്യം എന്താ? ഇത് എഴുതിയാലും പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ക്യൂ എന്നല്ലേ വരുന്നത്. അപ്പോൾ ദാണ്ട് ഈ ഒരു കാര്യം, ഇത് കോപ്രൈമുകളാണ് 2 നമ്പറെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാകുന്ന കാര്യങ്ങളാണ്. ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ അതും പറഞ്ഞു തരാം. ദാണ്ട് ഇത് നോക്കിക്കോണേ. ഇപ്പോൾ 3ഉം 7ഉം എടുത്തു എന്ന് വിചാരിക്കുക. 3 and 7 മക്കളെ, ഇവന്മാരുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇവനാണ് പി, ഇതാണ് ക്യൂ എന്ന് പറയുന്നത്. കാര്യം എന്താ? 3ഉം 7ഉം കോപ്രൈമാണ്. കാര്യം ഇവന്മാരുടെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 1. അപ്പോൾ ഒരു എക്സാമ്പിൾ പക്കയായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നേ. ഇനി നമുക്കത് ചെയ്തു നോക്കാം. പി ഇൻറ്റു ക്യൂ 7 ഗുണം 3. കണ്ടോ? 7 ഗുണം 3 അതാണ് അതിൻ്റെ എൽ സി എം. പ്രോഡക്റ്റ് എന്ന് പറയുന്നതും 7 ഗുണം 3. എൽ സി എമ്മും പ്രോഡക്റ്റും സെയിം ആണ്. കണ്ടോ? ആ ഒരു എക്സാമ്പിൾ വെച്ച് അതിനകത്ത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചു. കണ്ടോ? അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങളാകുന്നതോടുകൂടി ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക്
എന്ത് ചെയ്യാം? നമുക്ക് ഒതുക്കാം. ബേസിക്സ് ഓഫ് LCM ആൻഡ് HCF എന്നുള്ളത് നമുക്ക് ഒതുക്കാം. മക്കളെ, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പറയുന്ന സാധനങ്ങൾ. ഒരുപാടാകുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ ചെയ്യാനുണ്ട്. ഈ കാൽക്കുലേഷനുകളിലൂടെ എല്ലാം നമുക്കിനി കടന്നു പോകാനുള്ളതാണ്. വളരെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ എത്ര തവണ വേണോ റിപ്പീറ്റ് ചെയ്ത് കണ്ടോ, അത് കഴിഞ്ഞിട്ടല്ലാതെ ഇനി വരാൻ പോകുന്നതാകുന്ന വീഡിയോകളൊന്നും കാണാൻ നിൽക്കരുത് കേട്ടോ. അതായത് ആദ്യം ഇത് കാണണം, എന്നിട്ടേ അങ്ങോട്ടേക്ക് വരാവൂ. നമ്മൾ കാര്യമായിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. നല്ല നല്ല പ്രോബ്ലംസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലങ്ങളിലൂടെ എല്ലാം നമുക്ക് മാക്സിമം ഒരു 2 മാർക്ക് വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് ഈ 2 മാർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, ഈ 2 മാർക്ക് എന്ന് പറയുന്നത് ബേസിക് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ചോദ്യം ചിലപ്പം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ലെവലിലേതാകുന്ന ചോദ്യങ്ങൾ ഒരെണ്ണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു പഴുതുകൾ പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ മേഖലകളെയും കവർ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിക്കും. അപ്പോൾ കൂടുതലാകുന്ന ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് അടുത്ത വീഡിയോയിലൂടെയാകാം കേട്ടോ. ശരി, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹായ്, ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതുവരെയും കണ്ടക്ട് ചെയ്തെത്താൻ സാധിച്ചിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാനും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം NTPC അതുപോലെ ഗ്രൂപ്പ് D പരീക്ഷകളാണ്. ഇതിലൂടെ നമുക്ക് മറ്റു പരീക്ഷകളിലേക്കും ലക്ഷ്യം വെക്കാൻ പറ്റണം. അതായത് നമ്മുടെ കേരള PSC ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് കൃത്യമായി നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കണം. ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ. ഓക്കെ ആണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത് എന്നോടൊപ്പം ഒരു കമ്പൈൻ സ്റ്റഡി പോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കൂടാം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് തന്നെ ഒരു മുടക്കം പോലും വരാതെ നമുക്ക് മാക്സിമം പഠിച്ചു പോവുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെയും നമ്മുടെ LCM HCFലെ ടൈപ്പുകളെല്ലാം തന്നു തീർന്നിട്ടില്ല. ഇവിടെ ഞാൻ LCM ആൻഡ് HCFലെ കുറച്ചധികമാകുന്ന ടൈപ്പുകൾ കൂടി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് കൂടെ തന്നെ പോരുക കേട്ടോ. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാക്ഷൻസ് ആകുന്ന ആളുകൾ തന്നു. എന്നിട്ട് അവന്മാരുടെ എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു? LCM കണ്ടുപിടിക്കാൻ പറയുന്നു. അതുപോലെ എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നു? HCF കണ്ടുപിടിക്കാൻ പറയുന്നു. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യണം? തന്നിട്ടുള്ളതാകുന്ന ഫ്രാക്ഷൻസുകളിലെല്ലാം തന്നെ ന്യൂമറേറ്ററുകൾ ഉണ്ടാകുമല്ലോ. ആ ന്യൂമറേറ്ററുകളാകുന്ന ആളുകളുടെ എന്തെടുക്കണം? LCM എടുക്കുക. LCM ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക? അവിടെ തന്നിട്ടുള്ളതാകുന്ന നമ്പറുകൾക്കൊക്കെ ഡിനോമിനേറ്റർ ഇല്ലേ, അവന്മാരുടെ HCF എടുത്തങ്ങ് താഴോട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇനി നിലവിൽ ഇപ്പോൾ നിങ്ങൾ LCM കണ്ടുപിടിക്കാൻ എന്താണോ ചെയ്തത് അതിന്റെ റിവേഴ്സ് മെക്കാനിസമാണ് HCFന് വരുന്നത്. എന്താ അവിടെ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ HCF കണ്ടുപിടിക്കണം. ആരുടെ? ന്യൂമറേറ്ററുകളാകുന്ന സംഖ്യകളുടെ HCF കണ്ടുപിടിക്കണം. അതേസമയം നിങ്ങളോട് HCF ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LCM എടുക്കണം. ആരുടെ? ഡിനോമിനേറ്റർ ആകുന്ന സംഖ്യകൾക്കുള്ളതാകുന്ന LCM ഡിനോമിനേറ്ററിൽ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഈ ഒരു 2 കാര്യം പഠിക്കുന്നതോടുകൂടി നമുക്കൊരു വലിയ കടമ്പ ചാടാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. ഓക്കെ ആണോ? ഇനി ഇതൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. LCM കണ്ടുപിടിക്കൂ. ആരുടെ? 2/3, 4/9, 7/12, 3/5. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ആദ്യം ഇവിടെ 2 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്. ഇവന്മാരുടെ ന്യൂമറേറ്ററുകളാകുന്ന ആളുകൾ ഇവന്മാരാണ്. ഡിനോമിനേറ്ററിൽ ഇനി ആരുണ്ട്? 3 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 5 ഉണ്ട്. പണി എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കിക്കോണം. കണ്ടുപിടിക്കാൻ പറയുന്ന LCM. LCMന്റെ ട്രിക്ക് എന്താ? ഇതാണ് LCMന്റെ ട്രിക്ക്. അപ്പോൾ നമുക്ക് വേണ്ടത് LCM ആണ്. LCM ആകുമ്പോൾ നമുക്ക് മുകളിൽ എഴുതേണ്ടതും LCM. LCM കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ? സ്ലാഷ് മെത്തേഡ്. എങ്ങനെയാ? 4 പേരെയും ഒരുപോലെ വെട്ടാനാകുന്ന സംഖ്യ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 4 പേരെയും ഒരുപോലെ വെട്ടാൻ സംഖ്യ ഉണ്ടോ? ഇല്ല എന്നാണെങ്കിൽ 3 പേരെ വെട്ടാൻ ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കേ. അങ്ങനെയുമില്ല. എന്നാൽ 2 പേരെ, അങ്ങനെ വേണം ഓർഡർ ചെയ്ത് വരാൻ കേട്ടോ. ഇനി 2 പേരെ പറ്റുന്ന സംഖ്യ ഇവിടെ ഉണ്ട്. 2 കൊണ്ട് ഇവിടെയും വെട്ടാം, 2 കൊണ്ട് ഇവിടെയും വെട്ടാം. അതുകൊണ്ട് വെട്ടാൻ ഉപയോഗിച്ച സംഖ്യ അങ്ങോട്ട് മാറ്റിയിടുന്നു. ന്യൂമറേറ്റർ LCM ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? ഇനി അവശേഷിക്കുന്നത് കൊണ്ട് വെട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു വഴികളുമില്ല. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന സംഖ്യകളെ അതേപോലെ അങ്ങോട്ട് എഴുതി അവിടെ ഗുണിച്ചു വെക്കുക, ചേർത്തം ഗുണിച്ചു വെക്കുക. ഇനി അവിടെ ഒരു 2 ഉണ്ട്, ഇനി അവിടെ ഒരു 7 ഉണ്ട്, ഇനി അവിടെ ആരുണ്ട് മക്കളെ? ഒരു 3 ഉണ്ട്. ശരിയാണോ? ഇനി ഡിനോമിനേറ്റർ ആകുന്ന ഇപ്പൊ LCM കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിനകത്ത് HCF കണ്ടുപിടിക്കുക.
നിങ്ങൾ ഇവിടെ HCF കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു 3 ഒരു പ്രൈം നമ്പറാണ്. 3ന്റെ ഗുണിതങ്ങളാകുന്ന 2 പേരുണ്ട്. 5 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതത്തിൽ വരുന്നില്ല, ഇത് മറ്റൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ HCF എന്ന് പറയുന്നത് കോമൺ ആകുന്ന ഒരു ഫാക്ടറിനെ വേണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ കോമൺ ആയിട്ട് ഒരാൾ ഇവിടെ ഇല്ല ഫാക്ടറായി വരാൻ, 1 മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് ഇവിടെ HCFന്റെ സ്ഥാനത്ത് 1 എഴുതാം. ഇനി നമുക്ക് ആൻസറിലേക്ക് എത്തണം. ആൻസർ എത്ര വരും? 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? 4. 4 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12. 12 ഗുണം 7 എത്ര മക്കളെ വരുന്നത്? 84. ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 84/1 എത്ര തന്നെ? 84 തന്നെ. ഡൗട്ട് ഇല്ലേ? വ്യക്തമായിട്ട് ചെയ്തു മാറ്റിയേ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കേ. ഇവിടെ ന്യൂമറേറ്റർ ആകുന്ന ആളുകൾ നമുക്ക് എന്തായാലും LCM അല്ലേ കണ്ടുപിടിക്കണ്ടേ? എന്ത് ചെയ്താൽ മതി? 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. ഇവിടെ ഇവന്മാരുടെ LCMലേക്ക് നമുക്ക് കടക്കണം. LCMലേക്ക് കടക്കാനുള്ള വഴി എന്താ? എല്ലാവരെയും ഒരുപോലെ വെട്ടാൻ സാധിക്കുന്ന സംഖ്യകൾ ആരുണ്ടെന്ന് നോക്കണം. 2 കൊണ്ട് എല്ലാവരെയും വെട്ടാം അല്ലേ? താണ്ടെ ഒരു 2 ഞാൻ എഴുതി. അപ്പോൾ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇതൊന്നാകും. ഇതെത്ര വരും? 2 വരും. ഇതെത്ര വരും? 4 വരും. ഇതെത്ര വരും മക്കളെ? 5 വരും. ഇനി 1 ഒരെണ്ണം, അവനെ ഇനി പരിഗണിക്കണ്ട. ബാക്കി 3 പേരെയും കൂടെ വെട്ടാൻ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. ഇനി 2 പേരെ വെട്ടാൻ പറ്റുമോ? പറ്റും. 2 കൊണ്ട് 2 പേരെ വെട്ടാം. ഇവനെയും വെട്ടാം. അപ്പൊ ഇവിടെ 1 വരും. ഇനി ഇവനെ പരിഗണിക്കണ്ട. ഇതെത്ര ഉണ്ട്? 2 മാറും 2 കൊണ്ട് വെട്ടുമ്പോൾ. ഇനി നോക്കേ, ഇതിനകത്ത് അവശേഷിക്കുന്ന സംഖ്യകൾ ആരൊക്കെ മാത്രമാണ്? ഇനി വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്ത കോപ്രൈം കണ്ടീഷനിൽ നിൽക്കുന്ന 2ഉം 5ഉം. അതിനേതാ ഇവന്റെ കൂടെ എഴുതി ചേർത്തരാം. ഗുണം 2 ഗുണം 5. ഇപ്പൊ നമ്മൾ LCM കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് നമ്മുടെ എന്താ വേണ്ടേ? നമ്മുടെ HCF വേണം. ശരിയല്ലേ? HCF വേണം. ശരിയല്ലേ മക്കളെ? ഈ HCF കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് എളുപ്പം എന്ന് ചോദിച്ചാൽ 3, 9, 15, 21. ശരിയല്ലേ? ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ നോക്ക്, 3 അല്ലേ? 3 കൊണ്ട് ബാക്കി എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പറ്റുന്നില്ല എന്നാണെങ്കിൽ മിക്കവാറും HCF 1 ആയിരിക്കും. പറ്റുന്നു എന്നാണെങ്കിൽ ആ ചെറിയ സംഖ്യ ദാറ്റ് ഈസ് 3 ആയിരിക്കും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ചുമ്മാ അങ്ങോട്ട് കുടിച്ചു നോക്കിയാൽ മതി ആൻസർ. 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 5 40. 40 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. പിടികിട്ടിയോ? ആ ഒരു ഇക്വേഷൻ 2 എണ്ണം പഠിച്ചാൽ തന്നെ തീർക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളന്നേ. LCM കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററുകളുടെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററുകളുടെ HCF. ഇതിന്റെ റിവേഴ്സ് ഓർഡർ ചെയ്താൽ HCF ആണ് ചോദിക്കുന്നതെങ്കിൽ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കേടാ. 6, 4, 3 വെട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഒന്നുമില്ല. ഇതിൽ തന്നെ അങ്ങ് വെട്ടി മാറ്റാം. താണ്ടേടാ, ഇവിടെ 3 പേരെയും ന്യൂമറേറ്ററുകളാകുന്ന 3 പേരെയും വെട്ടാൻ പറ്റൂല. ശരിയല്ലേ? എന്നാൽ 2 പേരെ പറ്റും. എത്ര വെച്ച് പറ്റും? 3 കൊണ്ടോ 2 കൊണ്ടോ? തൽക്കാലം ഞാൻ 3 എടുത്തു. 3 കൊണ്ടാകുമ്പോൾ ഇതെത്ര വരും? 2 വരും. 3 കൊണ്ടാകുമ്പോൾ ഇതെത്ര വരും? 1 വരും. 1നെ ഇനി പരിഗണിക്കണ്ട. ഇനി അവശേഷിക്കുന്നത് 2ഉം 4ഉം. 2ഉം 4ഉം കൂടെ എടുത്താൽ എത്ര വെച്ച് വെട്ടാം? 2 കൊണ്ട് വെട്ടാം. അതുകൊണ്ട് ഇവിടെ ഒരു ഗുണം 2 എഴുതി. 2 കൊണ്ട് വെട്ടുമ്പോൾ ഇതങ്ങ് പോവും. ഇനി ഇവിടെ അവശേഷിക്കുന്നത് ഒരു 2. ആ 2നെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. ഇനി ഡിവൈഡഡ് ബൈ മക്കളെ ഡിനോമിനേറ്റർ ആകുന്ന ആളുകൾ 25, 45, 35. എത്ര വെച്ച് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. വെട്ടിയാൽ കിട്ടുന്നതാകുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാ? 25നെ 5 കൊണ്ട് വെട്ടിയാൽ 5 വരും. 45നെ 5 കൊണ്ട് വെട്ടിയാൽ 9 വരും. 35 7. മക്കളെ ഇവന്മാർക്കിടയിൽ കോമൺ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? 3, 2, 6, 2, 12 ഡിവൈഡഡ് ബൈ 5. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. കണ്ടോ? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. ഡൗട്ടുകളൊന്നുമില്ലേ? അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. എടാ, അടുത്തതാകുന്ന ചോദ്യം കുറച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ചോദ്യമാണ്. ഇങ്ങോട്ട് നോക്കണേ. ചോദ്യം പറയുന്നത് 1.75, അതുപോലെ 5.6, അതുപോലെ 7 ഈ സംഖ്യകളുടേതാകുന്ന LCMും HCFും കണ്ടെത്താമോ എന്നാ അവർ ചോദിക്കുന്നത്. ഇവിടെ 1.75നെ എനിക്ക് എങ്ങനെ എഴുതാം? 175 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. 5.6നെ എനിക്ക് 56 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. ജസ്റ്റ് 7 എന്നുള്ളതിന് എനിക്ക് 7/1 എന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. പൂജ്യങ്ങൾ എത്ര വേണേലും കൊടുക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമുക്കറിയാം. എന്നാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. എന്താ? LCM ആദ്യം കണ്ടുപിടിക്കുക. LCM ആകുമ്പോൾ എന്ത് വേണം? 175, 560, അതുപോലെ 700 എന്നിനെ വെട്ടി ചെറുതാക്കാൻ പറ്റണം. ശരി, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര കൊണ്ട് പറ്റും? 5 കൊണ്ട് പറ്റും. ആ 5നെ ഞാൻ അങ്ങോട്ട് എഴുതി. മക്കളെ 5 എന്ന് പറയുന്നത് ഇവിടെ അല്ല എഴുതണ്ടേ. ഇവിടെ ഇവന്റെ ആൻസർ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം. 5 ഗുണമെന്ന് എഴുതി. 5 കൊണ്ട് അങ്ങ് വെട്ടി മാറ്റും. എത്ര വരും ഇവിടെ 5 കൊണ്ട് 3 തവണ ബാലൻസ് 25. അപ്പൊ 35 വരും 5 കൊണ്ട് വെട്ടുമ്പോൾ. ശരിയല്ലേ? 5 കൊണ്ട് വെട്ടുക. ദാണ്ട 1 വരും. ഇവിടെ വരെ 1 വരും. ഇനി ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ ബാലൻസ് 1. 10 ആകുമ്പോൾ 2 തവണ 112. ഇവനെ ഇനി എത്ര വെച്ച് വെട്ടാം? എത്ര വെച്ചാ വെട്ടണ്ടേ? 5 വെച്ചല്ലേ? 14 5 70. എളുപ്പം തീർന്നേ. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്. ശരിയാണോ? ഇനി
ദാ 35, 112, 100. ഇവന്മാരെ ഇനി വെട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മക്കളെ അറിയാം, 7 കൊണ്ട് വെട്ടാം. എടാ ഡൗട്ടുകൾ വരരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്ന ഒരു ഡിവിസിബിലിറ്റിയുടെ രീതികളൊക്കെ റൂളുകളൊക്കെ ഞാൻ പറഞ്ഞു. അത് പ്രകാരം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ 11ൽ നിന്ന് 4 പോയാൽ 7 വരുന്നത്. 112 7 കൊണ്ട് പറ്റുമെന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അറിയാം. ശരിയല്ലേ? ഇനി അപ്പോൾ 7 കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു 7 എഴുതി. ഇനി 7 കൊണ്ട് 3 പേരെയും വെട്ടാൻ പോവാ. താണ്ടേ 7 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? ഇവിടെ 5 വരും. ഇവിടെ 7 കൊണ്ട് വെട്ടിയാൽ എത്ര വരുമായിരിക്കും? 1 വരും. ബാലൻസ് 42 ആകുമ്പോൾ 6 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 20 എന്ന് വരും. ശരിയാണോ? വെട്ടി അവസാനിപ്പിക്കാറായോ? ഇല്ല. 3 പേരെയും വെട്ടാനുള്ള പരുവം കഴിഞ്ഞു. ഇനി 2 പേരെ പറ്റും. ആരെയൊക്കെ? 16നെയും 20നെയും എത്ര വെച്ച് വെട്ടാം? 4 കൊണ്ട് വെട്ടാം. ഗുണം 4 കൊണ്ട് അങ്ങ് വെട്ട്. 4 കൊണ്ട് വെട്ടുമ്പോൾ 4 16. ഇവിടെ എത്ര വരും? 5. ശരിയാണോ? ആണ്. ഇനി പറ എത്ര വെച്ച് വെട്ടാം? ദാ ഇവൻ 5 കൊണ്ട്, ദാ ഇവനെയും 5 കൊണ്ട്. 5 കൊണ്ട് വെട്ടിക്കൂടെ? അപ്പോൾ ഒരു 5 എഴുതി. ഇനി അവശേഷിക്കുന്നത് ഈ 5 കൊണ്ട് വെട്ടുമ്പോൾ ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്നത് 4 മാത്രം. ആ 4 അതേപോലെ എഴുതി. ഡൗട്ടുകളില്ലേ? ഇനി ദ ഹോൾ ഡിവൈഡഡ് ബൈ LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ താഴെ HCF 100 100 100 എല്ലാവരുടെയും 100 കിടക്കുന്ന വില. അതുകൊണ്ട് LCM എന്നതിൽ മാറ്റമില്ല. എന്താണ് LCM കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ഡിനോമിനേറ്റർ HCF. എല്ലാം 100 അല്ലേ? HCF അപ്പം 100 തന്നെ ആയിരിക്കുമല്ലോ. ശരി, എങ്കിൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരിക? താണ്ട നോക്കിക്കോ. 7 5 അല്ലെ? വേണ്ട, അതാണ് ഇങ്ങനെ എടുത്താലും മതി. അതാണ്ട് 5 ഗുണം 5 എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 25. 25 ഗുണം 4 എത്ര വരും? 100. 100 ഗുണം 4 എത്ര വരും ഇവിടെ? 400. 400 ഗുണം 7 എത്ര വരും ഇവിടെ? 2800. 2800 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 28. ഇതാണ് നമ്മുടെ LCM. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A കട്ടായി, ഓപ്ഷൻ D കട്ടായി. ചില സമയത്ത് ഏതെങ്കിലും ഒരാൾ തന്നെ ഈ പറയുന്ന 28 എന്ന് പറയുന്ന ഒരാളെ കാണത്തുള്ളൂ. അപ്പൊ തന്നെ ഡയറക്റ്റ്ലി ആൻസർ എഴുതാം. പിന്നെ HCF കണ്ടുപിടിച്ച് സമയം കളയണ്ട. പക്ഷെ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? 28 LCM ആയിട്ട് വരുന്ന 2 ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി സ്റ്റെപ്പിലേക്ക് കിടക്കണം. നമുക്ക് ആകെ ആരെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ? LCM മാത്രമേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് എന്ത് വേണം മക്കളെ? HCF വേണം. HCF കണ്ടെത്താനുള്ള വഴിയെന്ന് പറയുന്നത് നമുക്കറിയാം. മുകളിൽ HCF തന്നെ കണ്ടെത്തണം. ആരുടെ? ന്യൂമറേറ്ററുകളാകുന്ന ആളുകളുടെ HCF ഡിവൈഡഡ് ബൈ താഴെ എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. ആരുടെ? ഡിനോമിനേറ്ററുകളാകുന്ന ആളുകളുടെ LCM കണ്ടുപിടിച്ചാൽ മതി. മക്കളെ ഇനി നോക്കണേടാ. ഇവിടെ HCF എന്ന് പറയുമ്പോൾ ഈ തന്നിട്ടുള്ള തൊട്ടു മുമ്പ് ചെയ്ത അതേ കാര്യം തന്നെ, ആ സെയിം സാധനത്തിന്റെ HCF അല്ലേ? ഇവിടെ വലിയ പാടൊന്നുമില്ല. എന്താ? ഇവിടെ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്നത് എവിടെ വരെ മക്കളെ? ഈ ആദ്യത്തെ 2 പേര് കോമൺ ആകുന്ന ഫാക്ടർ 35 വെച്ചേ വെട്ടാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ തന്നെ വെട്ടി നോക്കിയേ. 3 പേരെയും ഒരേപോലെ വെട്ടാൻ സാധിക്കുന്നത് ഈ 7 കൊണ്ടും 5 കൊണ്ടും. അത് മാത്രമേ ഉള്ളൂ. അതിന് മുകളിലോട്ട് പോവില്ല. അതിനർത്ഥം 35 നമ്മുടെ LCM എന്ന HCF എന്ന. LCM വരുമ്പോൾ 100ന്റെ LCM എല്ലാം ഡിനോമിനേറ്ററി 100 അല്ലേ? 100ന്റെ LCM 100 എന്ന് തന്നെ അല്ലേ? 35 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.35. കണ്ടോ? അപ്പോൾ ദാണ്ടെ ആൻസർ ഓപ്ഷൻ C വരും. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരേ ചോദ്യത്തിൽ തന്നെ LCM HCF വരുമ്പോൾ ആ ആദ്യം LCM കണ്ടെത്താൻ ഉപയോഗിക്കുന്നതിനകത്ത് തന്നെ HCF ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളതാ. അപ്പൊ സമയം ലാഭിക്കാനുള്ള വഴി അവിടെ. പിന്നെയും ഒന്നേന്ന് ചെയ്യാൻ നിൽക്കണം? വേണ്ട. ഓക്കെ, അടുത്ത ചോദ്യം നോക്കേ. HCF കണ്ടെത്തൂ. എന്താ HCF കണ്ടെത്താനുള്ളതാകുന്ന വഴി എന്ന് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ ഈ 2 16 32 54 ഇവന്മാരുടെ HCF വേണം. കൂട്ടത്തിലെ ഏറ്റവും ചെറുതാരാ? 2. കൂട്ടത്തിലെ ഏറ്റവും ചെറുത് 2 ആണെങ്കിൽ 2 കൊണ്ട് ബാക്കി എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റും എന്നാണെങ്കിൽ HCF ആര് തന്നെ ആയിരിക്കും? 2 എന്ന് തന്നെ ആയിരിക്കും. ഡൗട്ടില്ല. ഇനി ന്യൂമറേറ്റർ ആകുന്ന ആളിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിനകത്തേക്ക് പോവാ. ഡിനോമിനേറ്ററിനകത്ത് ആരൊക്കെ ഉണ്ട്? 9 ഉണ്ട്, 81 ഉണ്ട്, 117 ഉണ്ട്. അടുത്തതാരാ മക്കളെ? 189 ഉള്ളത്. ശരിയാണോ? ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാകുന്നത് എന്താ? ഇവന്മാരുടെ LCMനെ കണ്ടെത്തുക എന്നുള്ളതാ. LCMനെ കണ്ടെത്താനുള്ള വഴി നിങ്ങൾക്ക് അറിയാം. ഏറ്റവും ആദ്യം എല്ലാവരെയും ഒരുപോലെ വെട്ടാൻ സാധിക്കുന്നത് 9 കൊണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 9 എഴുതി. ഗുണം 9 കൊണ്ട് വെട്ടുന്നു. ഇനി 1 വരുന്നത്, എഴുതണമെന്നില്ല. ഇവിടെ എത്ര വരും? 9 വരും. ഇവിടെ എത്ര വരുമായിരിക്കൂടാ? നോക്കിക്കോ. അപ്പോൾ ഏകദേശം ഒരു 13 എന്നാ വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ വെട്ടുമ്പോൾ എത്ര വരും? 21 എന്ന് വരും. ശരിയാണോ? ഇനി ഈ പറയുന്ന 3 പേരെയും ഇനി വെട്ടാൻ സാധിക്കുമോ? 2 പേരെ പറ്റത്തുള്ളൂ. 3 പേരെയും കൂടെ വെട്ടാൻ പറ്റൂല. ആരെ വെട്ടാൻ പറ്റും? 2 പേരെ. ആരെയാ വെട്ടുന്നേ? ഇവനെ വെട്ടാം. എത്ര കൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റും. 3 കൊണ്ട് പറ്റുമ്പോൾ ഇത് 3 ആവും.
ഇത് എത്ര വരും? 7 വരും. ഇനി അവശേഷിക്കുന്ന സംഖ്യകൾ ആരൊക്കെയാ? 3 ഉണ്ട്, 13 ഉണ്ട്, 7 ഉണ്ട്. ഇവന്മാരെ 3 പേരെയും കൂടി ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവന്മാരെ അതേപോലെ അങ്ങ് എഴുതി വെച്ചാൽ നമുക്ക് ആരിലേക്ക് എത്തിക്കാം? LCMലേക്ക് എത്തിക്കാം. എന്താ നോക്കിക്കോ, ഇവിടെ ദാണ്ട് ഒരു 3 ഉണ്ട്. ഇവിടെ ഇനി ആരാ ഉള്ള? 13 ഉണ്ട്. ഇനി ആരാ ഉള്ള? 7. ഇത്രയും കൂടെ ഗുണിച്ച് ചേർത്താൽ മതി. ഇനി ഒരു കാര്യം ഉറപ്പാ, മുകളിലും താഴെയും നോക്കുമ്പോൾ താഴെ രണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് മുകളിലെ 2 അത് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. 2 ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ 2 ഡിവൈഡഡ് ബൈ 7 3 7 1. ഇനി നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാനുള്ളതാകുന്ന ബുദ്ധിമുട്ട് ഒന്ന് കൺഫേം ചെയ്യേണ്ടതാകുന്ന ഒരു വഴി അവിടെ വരുന്നു എന്നാണെങ്കിൽ, അതായത് 2 ന്യൂമറേറ്റർ വരുന്ന കുറേ ആളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ യൂണിറ്റ് പ്ലേസ് കാൽക്കുലേഷൻ നോക്കണം ഡിനോമിനേറ്ററിന് കേട്ടോ. അപ്പോൾ നോക്കേ, 9 3 27, 7 3 കൂടെ നമുക്ക് 21ന്റെ 1 യൂണിറ്റ് ഡിജിറ്റ് കാൽക്കുലേഷൻ നോക്കുക കേട്ടോ. 9 3 27ന്റെ 7, 7 3 21ന്റെ 1, 3 ആയപ്പോൾ 7 3 21ന്റെ 1. അപ്പോൾ 1 ഗുണം 1 എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്ററിൽ 1 എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരാളായിരിക്കും വരിക. 1 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരേ ഒരാൾ ഡിനോമിനേറ്ററിൽ ആരാണുള്ളത്? ഓപ്ഷൻ സിയിലുള്ള. അങ്ങനെ പരിഗണിച്ചാലും മതി. എങ്ങനെ വേണോ ചെയ്യാം, പക്ഷേ ഉത്തരം കിട്ടണം, അതും എളുപ്പത്തിൽ കിട്ടണം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഈ പറയുന്ന LCMലേക്കുള്ള വഴിയാണ് ചോദിക്കുന്നത്. 17 34 48. മക്കളെ, നമ്മളോട് ചോദിക്കുന്നത് LCM ആണ്. അപ്പോൾ 17 34 48 ഇവിടെ ഇട്ട് തന്നെ ഞാൻ അങ്ങ് വെട്ടുവാണേ. എടാ, 17 കൊണ്ട് എല്ലാവരെയും വെട്ടാം. ശരിയാ. 17 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 17 കൊണ്ട് എല്ലാവരെയും പറ്റൂലല്ലോ, 2 പേരെ പറ്റും അല്ലേ. 17 കൊണ്ട് ഇവനെ വെട്ടാം, അപ്പോൾ 1 വരും. 34 ആകുമ്പോൾ 2 വരും. 48നെ 17 കൊണ്ട് പറ്റൂല. ഇനി എന്താ ഉള്ളത്? 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പോൾ 48 എന്താവും? 2 കൊണ്ടാകുമ്പോൾ 24. എത്ര കൊണ്ടാ വെട്ടിയേ? 2 കൊണ്ട്. അവശേഷിക്കുന്ന സംഖ്യ 24. 24 അങ്ങോട്ട് എഴുതി. ഡിനോമിനേറ്ററുകളാകുന്ന ആളുകൾ 31 62 93. 31ന്റെ ഗുണിതങ്ങളാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താവും? HCF എന്ന് പറയുന്ന ആൾ താഴെ 31 എന്ന് തന്നെ വരും. ഇനി നമ്മുടെ ആൻസറിനകത്തേക്ക് എത്താൻ വലിയ പാടൊന്നുമില്ല. താണ്ടേ 7 2 14ന്റെ 4, 4 16ന്റെ 6. 6ൽ അവസാനിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്റർ 6ൽ അവസാനിക്കുന്ന ഒരേ ഒരാൾ. അതുകൊണ്ട് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. മക്കളെ, സ്ലാഷ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്ലാഷ് മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താനുള്ള വഴിയാണ്. ഇനി ഇതാണ്ട് ഈ ഒരു സാധനം നോക്കേ, നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാകുന്ന രീതിയിലേക്ക് കയറുക. എടാ, LCMഉം HCF ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ളൊരു കണ്ടീഷനാണ്. നമ്മൾ ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 നമ്പർ കണ്ടീഷൻ ആണ്, അല്ലെ 2 നമ്പർ കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആരാണെന്ന് പഠിക്കുക? HCF ഇൻറ്റു P ആണെന്ന് പഠിക്കുക. ഓക്കെ ആണോ? സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ആരാണെന്ന് ഓർക്കുക. ഞാനിത് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാ. ആരാണെന്ന് ഓർക്കുക? HCF ഇൻറ്റു Q ആണെന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ 2 നമ്പർ അല്ലേ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ് നമ്മൾ ഓർക്കേണ്ടതെന്ന് ചോദിച്ചാൽ, LCM എന്ന് പറയുന്നത് LCM ഈസ് ഈക്വൽ ടു എന്താണെന്ന് പഠിക്കുക? HCF ഇൻറ്റു P ഇൻറ്റു Q ആണെന്ന് പഠിക്കാം. ഓക്കെ ആണോ? ഇനി അടുത്ത ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി പ്രോഡക്റ്റിലേക്ക് എത്താൻ മറ്റൊരു ബേസിക് ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടെ നിന്ന് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. HCF ആകുന്ന ആൾ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു P ഇൻറ്റു Q. ഇനി ഇവിടെ പിയും ക്യൂവും ആരാണ് എന്ന് ചോദിച്ചാൽ, ഇവന്മാർ രണ്ടുപേരും കോ പ്രൈമുകളാകുന്ന നമ്പറുകളായിരിക്കും കേട്ടോ. അതായത് ഞാൻ ആ ആദ്യത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടാൽ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്കിനി എന്തൊക്കെയാണ് വഴികളെന്ന് നോക്കാം. മക്കളെ, ഇവർ തന്നേക്കുന്നു LCM ഉണ്ട്, HCF ഉണ്ട്. 2 നമ്പറുകൾക്ക് 70ഉം 7ഉമാണ് തന്നിട്ടുള്ള LCMഉം HCFഉം. ഇനി ഒരു നമ്പർ 35 ആണെങ്കിൽ അടുത്ത നമ്പർ ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. മക്കളെ, നിസ്സാരമായിട്ട് ദാണ്ട് എന്താ ഈ പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ തന്നെ നോക്കിയാൽ മതി. LCM ഇൻറ്റു HCF അല്ലേ പ്രോഡക്റ്റ്. അപ്പോൾ LCM എത്ര? 70. HCF എത്ര? 7. ഒരു നമ്പർ എത്ര? 35. എങ്കിൽ അടുത്ത നമ്പറിനെ എക്സ് എന്ന് വിളിച്ചാൽ ജസ്റ്റ് ഇവിടെ ഒരു ക്യാൻസലേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്സ് എന്താന്ന് കിട്ടും? എക്സ് ആണല്ലോ സെക്കൻഡ് നമ്പർ. 7 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? ഇവിടെ 5 വരും. ഈ 5 കൊണ്ട് വെട്ടുമ്പോൾ 70 എത്ര? ഇവിടെ 14. സോ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്നത് എന്താകും മക്കളെ? 14 ആവും. പഠിച്ചേ. ഇനി ഈ രണ്ടാമത്തെ കോൺസെപ്റ്റ്, ഇതും ഈ സെയിം സാധനം തന്നെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നമ്പർ A ആണ്, രണ്ടാമത്തെ നമ്പർ B ആണ്. അതുകൊണ്ട് A ഇൻറ്റു B എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. ഇനി അവർ പറയുന്നത് എന്താ? ഈ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM ഇൻറ്റു HCFന് തുല്യമാണല്ലോ. അതിൽ LCM എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ അവർ C ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ HCF എന്ന് പറയുന്നത് ആരായി മാറും? AB ഇവിടെയുണ്ട്. ഡിവൈഡഡ് ബൈ ഈ C ഇഞ്ഞ് താഴോട്ട് കൊണ്ടുവന്ന HCF കിട്ടിക്കൊള്ളും. ഓക്കെ ആണോ? സോ ഓപ്ഷൻ D ഇസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് വാ. അടുത്ത ക്വസ്റ്റ്യൻ അവർ പറയുന്നത് HCF ഓഫ്
എന്താണ് 2 നമ്പേഴ്സ് ഇസ് 2, രണ്ട് നമ്പറുകളുടെ HCF എന്ന് പറയുന്നത് 2 ആണ്. അവരുടെ പ്രോഡക്റ്റ് 120 എങ്കിൽ LCM എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. മക്കളെ നമുക്കറിയാം LCM എന്ന് പറയുന്ന ആളിനോടൊപ്പം HCF ആകുന്ന 2 കണ്ടോ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആകുന്ന 120 എത്താം. ശരിയല്ലേ? എങ്കിൽ LCM ആരാണെന്ന് ചോദിച്ചാൽ ഈ 2 കൊണ്ടങ്ങ് വെട്ടിയാൽ മതി. 2 വെട്ടുമ്പോൾ ഇപ്പുറത്ത് എത്ര വരും? 60. ദാറ്റ് മീൻസ് LCM is equal to 60. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. പിടികിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേടാ. LCMും HCFും ഉണ്ട്. അതിൽ HCF എന്ന് പറയും LCM 36, HCF എന്ന് പറയുന്നത് N എങ്കിൽ ആ രണ്ട് LCM ഓഫ് 36 ആൻഡ് N എന്നാ അല്ലേ? അപ്പോൾ ഒരു നമ്പർ 36, മറ്റേ നമ്പർ N ആണ്. ആ രണ്ട് നമ്പറുകളുടെ HCF എന്ന് പറയുന്നത് 9 ആണ്. LCM എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. ഓക്കെ ആണോ? എങ്കിൽ അവർ ചോദിക്കുന്നത് ഈ N-ന്റെ വില കണ്ടുപിടിക്കാം. മക്കളെ നിസ്സാരമായിട്ട് എടുക്കാം. 36 ആണ് ഒരു നമ്പർ, N ആണ് അടുത്ത നമ്പർ. LCM എന്ന് പറയുന്നത് 180, HCF എന്ന് പറയുന്നത് 9. പണി കഴിഞ്ഞു. വെട്ടിച്ചെറുതാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. 36 കൊണ്ട് വെട്ടുമ്പോൾ 180ന്റെ 5 മടങ്ങാണ് 180ന്റെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 36 അല്ലെ? 36ന്റെ 5 മടങ്ങാണ് 180. അപ്പോൾ ഇനി എന്തുണ്ട്? 5 കൊണ്ട് 9 ഉണ്ട്. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എത്ര വരും? 45. സോ N is equal to എന്തോ വരും? 45. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടുമോ? പിടികിട്ടും. അടുത്ത ചോദ്യം നോക്കേ. ഇവിടെ HCF LCM ആകുന്ന 2 പേരുണ്ട്. ഇതാരാണ്? 60 എന്ന് പറയുന്നത് HCF ആണ്, 420 എന്ന് പറയുന്നത് LCM ആണ്. ഇവര് ഫസ്റ്റ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 2, കോഷ്യന്റ് 60. അതിനർത്ഥം എന്താ? റിമൈൻഡർ ഇല്ല, റിമൈൻഡർ 0 ആകുന്ന രീതിയാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമ്പർ ആരാണെന്നല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് ഫസ്റ്റ് നമ്പറിനെ കണ്ടെത്താനുള്ള വഴിയാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിച്ചോക്കെ. ഫസ്റ്റ് നമ്പർ ആകുന്ന ആളിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 60 കിട്ടുന്നു, റിമൈൻഡർ 0 കിട്ടുന്നു. എങ്കിൽ ഈ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കും? 2 × 60 ആയിരിക്കുമല്ലോ. ശരിയല്ലേ? 2 × 60 എത്ര മക്കളെ? 120. പ്രശ്നം കഴിഞ്ഞേ. അപ്പോൾ ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പാറ്റേൺ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം അങ്ങ് എളുപ്പം. നമുക്ക് ഇവിടുന്ന് മനസ്സിലായത് എന്താ? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 60 × 2, കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അവർ പറയുന്നത്. സോ X is equal to കണ്ടു ഇൻറ്റു എക്സ് എന്ന് എടുക്കാം, ഈസ് ഈക്വൽ ടു എന്താ? LCM HCF ചോദ്യത്തിലുണ്ടല്ലോ. 60 420 ആണല്ലോ. LCM HCF 60 അല്ലേ? വെട്ടി കണ്ടുപിടിക്കടാ. 60 ഈ 60 വെട്ടി മാറും. ഈ 2 ഈ 420 വെട്ടുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 210. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിച്ച്. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകട്ടെ മക്കളെ. അടുത്തതാകുന്ന ചോദ്യം, പ്രോഡക്റ്റ് ഓഫ് LCM ആൻഡ് HCF ഓഫ് 2 നമ്പേഴ്സ് വിച്ച് ഈസ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അത് 28 എങ്കിൽ ഡിഫറൻസ് 3 ആണ്. എങ്കിൽ നമ്പേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് മാത്രം മതി. എന്താ സാധനം? എടാ ഇവിടെ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് 28 എന്നാണ് വരുന്നത്. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? 28 ആണ്. അതായത് LCM ഇൻറ്റു HCF എന്താണ്? 28 ആണ്. ഇവിടെ ബേസിക്കലി മനസ്സിലാക്കണം, നമ്പറുകൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ 28ലേക്ക് എത്താനുള്ള സാധ്യതകൾ 7 × 4 എന്നുള്ളതല്ലാതെ മറ്റൊരു സാധ്യത അവിടെ വരുന്നില്ലല്ലോ. എന്താ കണ്ടീഷൻ അവർ പറയുന്നത്? 7 ന്ന് 4 പോയാൽ 3 വരണം. 7 ന്ന് 4 പോയാലേ 3 വരും. വേറെ ഒരു കണ്ടീഷൻ എടുത്താലും ഈ ഒരു കണ്ടീഷൻ, ഈ ചോദ്യപ്രകാരമുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവൂല. ഇത് നമുക്ക് ലോജിക്കലി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ 4 and 7 എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡൗട്ടുകളില്ലേ? ഓക്കെ, ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. അടുത്ത ചോദ്യം നോക്കേ. HCF എന്ന് പറയുന്നത് അതുപോലെ LCM എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. HCF എത്രയാ തന്നേക്കുന്നത്? 75. LCM എന്ന് പറയുന്നത് എത്രയാ തന്നേക്കുന്നത്? 450. ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 3, കോഷ്യന്റ് 75. ഇപ്പൊ ആലോചിക്കണ്ട, ഫസ്റ്റ് നമ്പർ ആരാ? 75 × 3 എന്നാ കേട്ടോ. അതായത് കോഷ്യന്റിന്റെ ഡിവൈസർ ആണ് ഫസ്റ്റ് നമ്പർ. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് നമ്പറാ. എക്സ് എന്ന് വിളിച്ചു അവനെ. ഇവൻ ഇനി ആരൊക്കെയുണ്ട്? 75 × 450. പ്രശ്നം കഴിഞ്ഞേ. ഇനി 75 കൂടെ അങ്ങ് വെട്ടി മാറ്റാം. ശരിയാണോ? 75 75 നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് വെട്ടി മാറ്റാം. അവശേഷിക്കുന്ന 3 കൊണ്ട് ഇവനെ അങ്ങ് വെട്ടിയാ 150 വരും. അർത്ഥം എക്സ് ആകുന്ന സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ആരെന്നാ? 150 എന്നാ. പിടികിട്ടിയോ? എക്സ് ആകുന്ന സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 150. ഓക്കെ ആണോ? നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു ചോദ്യമാണ്. 2021 ചോദിച്ചിട്ടുള്ള ചോദ്യം. ഒരുപാട് പേരും വേണമെങ്കിൽ ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്ത് കളയും. പക്ഷെ നമുക്കിനി സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു ചോദ്യം. എടാ ഒന്ന് മനസ്സിലാക്കണേ. എൻ്റെ കയ്യിൽ ഞാൻ ഈ ചോദ്യത്തിനകത്തേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ 2 നമ്പറുകളുണ്ട്. ഒരു നമ്പർ A ആണ്, മറ്റൊരു നമ്പർ B ആണെന്ന് വിചാരിക്കുക.
എനിക്ക് ഇവന്റെ LCM കണ്ടെത്തണം എന്നാണെങ്കിൽ ഞാൻ നോർമലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എയ്ക്കും ബിക്കും ഇടയിൽ കോമൺ ആകുന്ന ഫാക്ടറുകളെ വെച്ച് വെട്ടി വെട്ടി ചെറുതാക്കി വരുന്നു. അങ്ങനെ വെട്ടിയാൽ ഇവൻ നേരെ P എന്നും Q എന്നും പറയുന്ന കണ്ടീഷനിലേക്ക് എത്തും, സച്ച് ദാറ്റ് P ആൻഡ് Q ആർ കോപ്രൈം നമ്പേഴ്സ് എന്നാ പറഞ്ഞത്. ഇങ്ങനെ വെട്ടി ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന ആ ഫാക്ടർ എന്ന് പറയുന്നത് H ആണ്, അതായത് HCF ആയിരിക്കും. ഇനി അവശേഷിക്കുന്ന ഈ പിയും ക്യൂവും വെട്ടി ചെറുതാക്കി കിട്ടുന്നവൻ ആരാണോ അതിന്റെ കൂടെ അങ്ങോട്ട് ഗുണിച്ചെഴുതിയാൽ മതി, നമുക്ക് ആരെ കിട്ടും? LCM കിട്ടും. ഈ ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കാം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ 2 നമ്പറില്ലേ, അപ്പോൾ A എന്ന് പറയുന്ന നമ്പർ ആരായിരിക്കും? HCFന്റെ കൂടെ ആരെ ഗുണിച്ചാൽ മതി? PA ഗുണിച്ചാൽ മതി. എൻ്റെ കയ്യിലുള്ള സെക്കൻഡ് നമ്പർ ആകുന്ന B കിട്ടാൻ എന്ത് ചെയ്താൽ മതി? HCF ആകുന്ന ആളിന്റെ കൂടെ Q ഗുണിച്ചാൽ മതി. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? LCM എന്ന് പറയുന്നത് കിട്ടാൻ HCF ഇൻറ്റു PQ, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ HCF ഇൻറ്റു P, സെക്കൻഡ് നമ്പർ കിട്ടാൻ HCF ഇൻറ്റു Q. ഈ ഒരു ഐഡിയ കിട്ടിയേ? ഇനി ഈ ചോദ്യം നോക്കണം. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? LCM തന്നിട്ടുണ്ട്. എന്താണ് ആ LCM എത്രയാണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ത്രൈസ് ദി ലാർജസ്റ്റ് നമ്പർ, 3 മടങ്ങ്, ലാർജസ്റ്റ് നമ്പറിന്റെ 3 മടങ്ങ്. അപ്പോ LCM എന്ന് പറയുന്നതാണ് 3 മടങ്ങ്. 2 നമ്പറുകൾ എടുത്തു, അവന്മാരുടെ LCM ത്രൈസ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? LCMന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് HCF ഇൻറ്റു P ഇൻറ്റു Q ആണ്. ത്രൈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 3 ടൈംസ് ഓഫ് എന്തെന്ന് എഴുതാം? 3 ടൈംസ് ഓഫ് എന്ത് എന്ന് എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 ടൈംസ് ദ ലാർജസ്റ്റ് നമ്പറിനെ ഞാൻ എങ്ങനെ എഴുതണ്ടേ? ഏതെങ്കിലും A അല്ലെങ്കിൽ B, ഏതെങ്കിലും ഒരാളാണ് ലാർജസ്റ്റ് എന്ന് പറ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണേ എന്തെഴുതാം? HCF ഇൻറ്റു P എന്ന് എഴുതാം. മക്കളെ പ്രശ്നം കഴിഞ്ഞു. എന്താ? താണ്ടെ H വെട്ടി, ഈ പറയുന്ന P വെട്ടി, അവശേഷിക്കുന്നത് Q ആണ്. Q is equal to 3 എന്ന് വരും. കണ്ടോ? Q is equal to 3 എന്ന് വരും. ഇനി അവരെന്താ പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പർ ആരാ? താണ്ടെ സ്മോളസ്റ്റ് നമ്പർ നമ്മളൊക്കെ തൽക്കാലം അസ്യൂം ചെയ്യുകയാണ്. ഇതാണ് ലാർജർ, ഇതാണ് സ്മോളർ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ പ്രകാരം അങ്ങോട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ക്യൂവിന്റെ വില 3 എന്ന് കിട്ടി. Q എന്ന് പറയുന്നത് ആരാ? ഇതാണ് Q, 3 ആണെങ്കിൽ B is equal to എന്തോ വരും ഇവിടെ? B is equal to എന്ത് വരും? H ഇൻറ്റു എന്താ എടുക്കണ്ട? Q അല്ലേ? H ഇൻറ്റു 3. കണ്ടോ? ക്യൂവിന്റെ വില 3 കിട്ടി, 3H ഒന്ന് കിട്ടി. ഇനി നമ്മളോട് അവർ പറയുന്നത് എന്താ? ഈ പറയുന്ന സ്മോളസ്റ്റ് നമ്പർ ആകുന്ന 3Hനകത്ത് നിന്ന്, കണ്ടോ, 3Hനകത്ത് നിന്ന് HCFനെ കുറച്ചാൽ എനിക്ക് 6 കിട്ടും. അതിനർത്ഥം എന്താ? 3 1 പോയാൽ 2H എന്നാകും. 2Hന്റെ വില 6 എന്നാണ്. 2Hന്റെ വില 6 ആണെങ്കിൽ ഈ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 3 വരും. Hന്റെ വില എന്തായി മാറും മക്കളെ? ഇവിടെ 3 എന്നായി മാറും. ശരിയാണോ? എങ്കിൽ സ്മോളസ്റ്റ് നമ്പർ ആരാണെന്നാ ചോദിക്കുന്നത്. സ്മോളസ്റ്റ് നമ്പർ ആരാ? B ആ. B is equal to എന്തോന്ന് എടുക്കാം? B is equal to സ്മോളസ്റ്റ് നമ്പർ ആകുന്ന B is equal to H എത്രയാടാ? 3. അവിടുത്തെ ക്യൂവിന്റെ വില എത്രടാ? 3. 3 ഇൻറ്റു 3 എത്ര വരും മക്കളെ? 9. ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഈ ഒരു ചോദ്യം മനസ്സിലാക്കണം, നല്ലതുപോലെ മനസ്സിലാക്കണം. നല്ലൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. മക്കളെ, LCM ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? LCM ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 42 ടൈംസ് ഓഫ് ദെയർ HCF ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? LCM എന്ന് പറയുന്നത് 42 ടൈംസ് ഓഫ് H ആണ്. ഓക്കെ. ഇനി അവരെന്താ പറയുന്നത്? സം ഓഫ് LCM ആൻഡ് HCF എന്ന് പറയുമ്പോൾ എന്താ വരിക? LCM പ്ലസ് HCF എന്ന് പറയുന്നത് എത്രയാ? 602. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? LCM എന്ന് പറയുന്നത് ആ തൊട്ടുമുകളിൽ 42H എന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു HCFനെ ഒരു H എന്ന് വിളിച്ചാൽ മതിയുടെ. ഇതും കൂടെ കൂട്ടുമ്പോൾ എന്താ വരുന്നത്? 602 അല്ലേ? അപ്പൊ 42ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 43H ആയില്ലേ? ഇത് 602 ആയില്ലേ? ഓക്കെ അല്ലേ? 602 ആയില്ലേ? എങ്കിൽ H എന്ന് പറയുന്നത് 602 ഡിവൈഡഡ് ബൈ 43 ആയില്ലേ? മക്കളെ വെട്ടി നോക്കാം, ആൻസർ 14 എന്ന് വരും. ഇവിടെ H മാത്രമേ ആയിട്ടുള്ളൂ 14. നമ്മളോട് ചോദിക്കുന്നത് എന്താ? അതർ നമ്പർ എത്രയാണ്? ഒരു നമ്പർ 84 ആണെങ്കിൽ. ഇനി എളുപ്പമായില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ആണ്ടെ LCM എന്ന് പറയുന്നത് 42 മടങ്ങ് Hന്റെ വില 14. ഇതാണ് LCM. HCF എന്ന് പറയുന്നത് 14. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു നമ്പർ 84, അടുത്ത നമ്പർ X എങ്കിൽ Xന്റെ വില എത്ര? എളുപ്പം 14 വെച്ച് വെട്ടുമ്പോൾ ഇതെത്ര വരും? 14 ഗുണം 6 ആണ് 84. 6 കൊണ്ട് ഈ 42നെ വെട്ടാം. അപ്പൊ എത്ര വരും? 7 6 42. 14 ഗുണം 7 എത്രയാണ്? 14 ഗുണം 7 ആണ് എന്തിന്റെ വില? Xന്റെ വില. 10 ഗുണം 7 70. 7 4 28. 70 28 കൂടെ എടുക്കുമ്പോൾ 98. ആൻസർ ഓപ്ഷൻ A വരുവിടാം. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ ഇന്നീ പഠിച്ച ചോദ്യങ്ങൾ ഒരു 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു.
പക്ഷേ ഈ 14 ക്വസ്റ്റ്യൻസുകളും വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക് ആകുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് ഒന്നോ രണ്ടോ തവണ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ കണ്ടന്റുകൾ ഫീഡാവും. പക്ഷേ എഴുതി തന്നെ എന്നോടൊപ്പം പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? കൂടുതലാകുന്ന വീഡിയോകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ വീഡിയോകളൊക്കെ ഓരോന്നായിട്ട് ചെയ്യും. നമ്മുടെ ടെലഗ്രാമിൻ്റെ ലൈവിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാനുള്ളതാകുന്ന കണ്ടന്റുകളൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ. ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ NTPC ലെവലിൽ നിന്നുകൊണ്ട് ഗ്രൂപ്പ് ഡി ലെവലിൽ നിന്നുകൊണ്ടൊക്കെ ഉള്ളതാകുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ പഠിക്കുന്ന ഒരു പരിപാടിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വളരെ മികച്ച രീതിയിൽ പഠിച്ചു പോകണം. മാക്സിമം ആകുന്ന ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ LCM HCFുമായിട്ട് ബന്ധപ്പെടുന്ന ബേസിക് ആകുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോൺസെപ്റ്റുകൾ കൃത്യമായി അറിഞ്ഞു വേണം നിങ്ങൾ ഓരോ ചോദ്യങ്ങളെയും സമീപിക്കാൻ. അല്ലാതെ ഓരോ എളുപ്പ വഴികൾ എന്നുള്ള രീതിയിൽ കാണാതെ പഠിച്ചു വെച്ച് അത് അങ്ങനെ ചെയ്താൽ മതി, ഇത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന ധാരണയോടുകൂടി പരീക്ഷ എഴുതാൻ പോകരുത്. കാര്യം, നിങ്ങൾ ആ പഠിച്ചു വെക്കുന്നതിനകത്ത് എന്തെങ്കിലും ആകുന്ന ഒരു മറവി നിങ്ങൾക്ക് സംഭവിച്ചാൽ ആ ചോദ്യത്തിന് ലഭിക്കേണ്ട ഒരു മാർക്കും കൂടെ പോയി കിട്ടും. ഇനി നമുക്ക് ഈ പറയുന്ന NTPC പോലെയുള്ള പരീക്ഷയ്ക്ക് ആവശ്യത്തിന് സമയം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടും. എങ്ങാനും നമുക്കതിൻ്റെ ഷോർട്ട് മെത്തേഡ് മറന്നു പോയാലും അതിൻ്റെ ആക്ച്വൽ മെത്തേഡിലൂടെ ആണെങ്കിലും നമുക്ക് ആ ഒരു മാർക്ക് നേടിയെടുക്കാനുള്ളതാകുന്ന ഒരു സാഹചര്യം അപ്പോഴും അവിടെ ഓപ്പണായി തന്നെ കിടക്കണം ഈ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചാൽ. അതുപോലെ ബേസിക് കോൺസെപ്റ്റ് ആണ് പഠിക്കുന്നതെങ്കിലും അവനെ എങ്ങനെ എളുപ്പമാക്കി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിനകത്തൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ചോദ്യങ്ങളിലൂടെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കടാ. വാട്ട് ഈസ് ദ LCM ഓഫ് 22, 24, 48 ആൻഡ് 16? നമ്മളെ ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് മെത്തേഡിനെയായിരുന്നു? സ്ലാഷ് മെത്തേഡ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നവനെയാണ്. നമ്മളെ ഈ സ്ലാഷ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. എഴുതുക, വെട്ടിച്ചെറുതാക്കുക, കയ്യിലുള്ളവനെയും പരിഗണിക്കുക, അവശേഷിക്കുന്നവനെയും പരിഗണിക്കുക. എന്താണെന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. 22 എന്ന് എഴുതി, 24 എന്ന് എഴുതി, അതുപോലെ തന്നെ 48 എന്ന് എഴുതി, അതുപോലെ തന്നെ 16 എന്ന് എഴുതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കണം ഈ പറയുന്നതാകുന്ന 4 സംഖ്യകളിലും ഒരുപോലെ വരുന്ന ഒരു ഫാക്ടർ ആരാണ് ഉള്ളത്. അതായത് ആ സംഖ്യ ഉപയോഗിച്ചുകൊണ്ട് ഇനി വെട്ടിച്ചെറുതാക്കി മുമ്പോട്ടേക്ക് എനിക്ക് പോകണം. അങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ ഒരു സംഖ്യ നോക്കുമ്പോഴാണ് എൻ്റെ കണ്ണിലുടക്കുന്നത് ആര്? എല്ലാ നമ്പറുകളും ഈവൻ നമ്പറുകളാണ്. അതുകൊണ്ട് 2 ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വെട്ടിച്ചെറുതാക്കാമല്ലോ. അപ്പം ഞാൻ 2 എന്ന് താഴോട്ട് എഴുതുന്നു. ആ 2 കൊണ്ട് ഇവനെ ഞാൻ വെട്ടുന്നു. 2 കൊണ്ട് ഇവിടെ വെട്ടിയാൽ എത്ര വരും? 11. 2 കൊണ്ട് ഇവിടെ വെട്ടിയാൽ എത്ര വരും? 12. 2 കൊണ്ട് ഇവനെ വെട്ടിയാൽ എത്ര വരും? 24. 2 കൊണ്ട് ഇവനെ വെട്ടിയാൽ എത്ര വരും? 8. ഇനി എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, നിലവിൽ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നതായ ഈ സംഖ്യകളെ മൊത്തമായി ഒന്ന് പരിഗണിക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന 4 പേർ, അതായത് വെട്ടിച്ചെറുതാക്കിയതിന് ശേഷം കയ്യിൽ അവശേഷിക്കുന്ന 11, 12, 24, 8 എന്നിങ്ങനെയാകുന്ന 4 സംഖ്യകളിൽ പൊതുവായ ഒരു ഘടകം 1 അല്ലാതെ വേറൊരാളില്ല എന്നാണെങ്കിൽ ഇനി ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. 4 പേരെയും ഒരുപോലെ വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല എന്ന കണ്ടീഷനിലെത്തി എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതായത് ഈ പറയുന്ന 4 പേരും ഇപ്പൊ ഏത് കണ്ടീഷനിലെത്തി? കോപ്രൈമുകളാകുന്ന കണ്ടീഷനിലെത്തി. 4 പേരെയും കൂടെ ചേർത്ത് നമുക്ക് പറയാം ഇവന്മാരിപ്പോൾ കോപ്രൈം ആകുന്ന കണ്ടീഷനിലെത്തി. ഓക്കെ ആണോ? അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിലവിൽ എൻ്റെ കയ്യിലിരിക്കുന്നതാകുന്ന സംഖ്യ ഇവിടെ എഴുതി വെട്ടിച്ചെറുതാക്കാൻ ഉപയോഗിക്കുന്ന ആ സംഖ്യയില്ലേ, ആ സംഖ്യ ആരാണോ ഇങ്ങനെ വെട്ടിച്ചെറുതാക്കി ഇങ്ങനെ ഗുണമിട്ട് വരിക. ഇവിടെ ഇപ്പോൾ ഒരു വട്ടമേ ആളെ എഴുതാൻ പറ്റുള്ളൂ. ഗുണം അടുത്ത ആളെ എഴുതാൻ പറ്റിയില്ല വെട്ടിച്ചെറുതാക്കാൻ. ഇനി ഒരു ഫാക്ടർ കൂടെ ഉണ്ടായിരുന്നെ ആ ഫാക്ടർ ഇപ്പോൾ ഒരു 3 കൊണ്ട് വെട്ടാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിച്ചോ. ഇവിടെ 3 നമ്മൾ എഴുതിയേനെ. ഓക്കെ ആണോ? ഇവിടെ ഇപ്പം അങ്ങനെ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ നമ്പറുകൾ 4 പേരും ഇപ്പോൾ കോപ്രൈമിന്റെ കണ്ടീഷനിലായാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ 2 എന്ന് പറയുന്ന സംഖ്യ ആരാണ്? ഈ 4 സംഖ്യകളുടെ ഏതിൻ്റെ? 22, 24, 48, 16 എന്നതാകുന്ന 4 പേരുടെ HCF ആണ് ആരെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പൊ HCFനെ കിട്ടി. ഇനിയും അവശേഷിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ചോദ്യത്തിൽ എന്നോട് ചോദിക്കുന്നത് LCM കണ്ടുപിടിക്കാനാ, HCF ആണോ ചോദിച്ചേക്കുന്നത്? അല്ല. അപ്പൊ ഇനിയും മുന്നോട്ട് ചെയ്തു പോകണം. പക്ഷെ എന്താണ് വഴിയെന്ന് നോക്കേ. ഇവിടെ 4 പേരെയും ഒരുപോലെ എടുത്ത് വെട്ടാൻ പറ്റില്ല. പക്ഷെ ഇനി അവശേഷിക്കുന്ന 3 പേരിൽ
അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരു 3 പേരെ വെട്ടാൻ പറ്റുമെന്ന് നോക്കേ. ഞാൻ നോക്കുമ്പോൾ 12, 24, 8 ഈ 3 പേരെയും എനിക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റും. ഡിവിസിബിലിറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ 4 പേരും 4 കൊണ്ട് ഡിവൈഡ് ആകുന്ന ആളുകളാ. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യും? 4 കൊണ്ട്. താണ്ട് ഇനി ഇവിടെ ഒരു ഇൻറ്റു 4. 4 പേരെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരാളേ ഉള്ളൂ, 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് HCF 2 തീർന്നില്ല. അവിടുന്ന് മുന്നോട്ട് പോയാൽ ഇനി HCFന്റെ കൂടെ ഈ പറയുന്ന ഇനി മുന്നോട്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഇനി നമുക്ക് LCM കിട്ടത്തുള്ളൂ കേട്ടോ. മുന്നോട്ട് പോവുകയാണെ. അപ്പോൾ ഇനി 4 കൊണ്ട് ഈ തന്നിട്ടുള്ള ആ 3 പേരെ വിട്ട്, അപ്പോൾ ഇവിടെ എത്ര വരും? 3 വരും. 4 കൊണ്ട് വിട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 6 വരും. 4 കൊണ്ട് വിട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 2. ഈ 11നെ വേണമെങ്കിൽ താത്തിറക്കാം, അല്ലെങ്കിൽ അതേപോലെ അവിടെ നിർത്താം. എന്നിട്ടാണെങ്കിലും ഈ പറയുന്ന കാര്യം അങ്ങ് ചെയ്തോണ്ടാൽ മതി. ഇനി നോക്കുക, എൻ്റെ കയ്യിൽ 11 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 2 ഉണ്ട്. ഈ തന്നിട്ടുള്ളതാകുന്ന 4 സംഖ്യകളിൽ ഒരുപോലെ ഡിവൈഡ് ആകുന്ന 1 അല്ലാതെ വേറെ ആരെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല, വേറെ ആരുമില്ല. അപ്പോൾ പിന്നെ 3 പേരെ പറ്റുമോ നോക്കാം. 3, 6, 2, അല്ലെങ്കിൽ 11, 3, 6, അല്ലെങ്കിൽ 2, 6, 11, ഇങ്ങനെ ഏതെങ്കിലും ആകുന്ന ഒരു കോമ്പിനേഷൻ 3 പേരെ ഇങ്ങനെ എടുത്ത് വെട്ടാൻ പറ്റുമോ നോക്കാം. പറ്റുന്നില്ല. 2 പേരെ പറ്റും. ഒന്നുകിൽ 3, 6 എടുക്കാം, അല്ലെങ്കിൽ ആരെ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് 6, 2 എടുക്കാം. ശരിയല്ലേ? ഇതിൽ ഏതെങ്കിലും ഒരാളെ എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിനെ എടുത്താൽ മതി, അതിനകത്തൊന്നും കാര്യമില്ല. ഏതെങ്കിലും ഒരാളെ. ഞാനിപ്പോൾ 3 എടുക്കാൻ പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ 3 എന്ന് എഴുതും. ഈ 3 കൊണ്ട് വെട്ടും. ഈ 3 കൊണ്ട് ഇവിടെയും അങ്ങ് വെട്ടും. അപ്പോൾ ഇതെത്ര വരും? 1 വരും. ഇതെത്ര വരും? 2. ഇനി നോക്കേ, ഇവിടെ 11 കിടപ്പുണ്ട്. ഇനി ഇവിടെ ആരുണ്ട്? 2 ഉണ്ട്. ഇവിടെ 2 ഉണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ 1നെ ഇനി പരിഗണിക്കണം. 1 ആയി കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കണം. ബാക്കി 3 പേരെ ഇനി വെട്ടിച്ചെറുതാക്കാൻ പൊതുവാകുന്ന ഒരു സംഖ്യ ഉണ്ടോ? ഇല്ല. 2 പേരെ വെട്ടിച്ചെറുതാക്കാം. ഇവനെയും കൂടെ വെട്ടിച്ചെറുതാക്കാം. എത്ര കൊണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഇവനും 1 ആയി, ഇതും 1 ആയി. ശരിയാണോ? ഇനി ഇവിടെ അവശേഷിക്കുന്നതായ ഒരേ ഒരു സംഖ്യ, അതിനെ കൂടെ അങ്ങ് എടുത്തെഴുതിയാൽ ഇത് ഇത്രയും കൂടെ ഗുണിച്ച് കിട്ടുന്നവൻ ആരാണോ അതാണ് എൻ്റെ LCM എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഗുണിക്കുമ്പോൾ HCF ആരാ? 2. അത് കഴിച്ച് ഈ വെട്ടിച്ചെറുതാക്കി ഇവിടെ വരെ വന്നു. വെട്ടിച്ചെറുതാക്കിയതിന് ശേഷം അവശേഷിക്കുന്നതായ സംഖ്യ ആരാണോ അതിൽ ഒന്നൊഴികെയുള്ള ബാക്കി എല്ലാവരെയും ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതുക. അതാണ് ഈ 11. ഓക്കെ ആണോ? അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുന്നോ അതായിരിക്കും. നോക്കേടാ, 4, 2, 8, 8, 3, 24, 24, 2, 48, 48 ഗുണം 11 എത്ര വരുമെന്നുള്ളതാണ് ചോദ്യം. മക്കളെ, 48 ഗുണം 11 എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 48 ഗുണം 11 എന്ന് പറയുമ്പോഴത്തേക്ക് 528. എൻ്റെ ആൻസർ അപ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 528. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഗുണിച്ച് 528 തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തണ്ട. യൂണിറ്റ് ഡിജിറ്റ് കോൺസെപ്റ്റ് എടുത്താൽ മതി. 4 ഗുണം 2 8, 8, 3, 24, 4 യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് 4 ഗുണം 2 8, 8 വരുന്ന പക്ഷേ എന്താണ് 1500 മുകളിൽ വരുന്ന ഒരു ആളായിരിക്കണം എൻ്റെ ആൻസർ. സോ 528 എന്ന് ചിന്തിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. ഓപ്ഷൻ എ എത്രയാണ് കിട്ടുന്നത്? 528 എന്നാണ് എൻ്റെ ആൻസർ വരിക. ഓക്കെ ആണോ? ഇനി ഈ സെയിം മെത്തേഡ് പ്രകാരം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിനകത്തൂടെ കടന്നു പോവാം. ഓക്കെ ആണോ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് പിടികിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് LCM ഓഫ് 4, 6, x 4, അതുപോലെ 6, പിന്നെ ആരാ ഉള്ള? എക്സ്. ഈ പറയുന്നതാകുന്നവന്മാരുടെ സാധ്യതയില്ലാത്ത ഒരു LCM ആകാൻ സാധ്യതയില്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാമോ? ഇവന്റെ LCM ആകാൻ സാധ്യതയില്ലാത്ത ഒരാളെ കണ്ടുപിടിക്കാമോ എന്നാ ചോദിക്കുന്നത്. മക്കളെ, നിസ്സാരമായിട്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 പേരുടെ LCM ആരാന്ന് കണ്ടുപിടിക്കുക. ആരുടെ? 6ന്റെയും 4ന്റെയും LCM ആരാണെന്ന് നോക്കുക. അത് 12 വരുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. ആ എക്സിനെ അതേപോലെ എഴുതും. എന്നിട്ട് നമ്മൾ പറയുക, എൻ്റെ LCM ആകുന്ന ആള് എന്ന് പറയുന്നത് എന്താകാനാണ് സാധ്യത? മൾട്ടിപ്പിൾ ഓഫ് 12 ആകാനാണ് സാധ്യത. കണ്ടോ? 12x എന്ന് പറഞ്ഞാൽ 12 ഗുണം 12ന്റെ ഗുണിതമാകാനാണ് സാധ്യത. മൾട്ടിപ്പിൾ ഓഫ് 12 ആകാനാണ് സാധ്യത. അതിന്റെ അർത്ഥം എന്താ? 12ന്റെ ഗുണിതമല്ലാത്ത ഒരാൾ ഒരിക്കലും ഇവിടെ LCM ആയി വരില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആണോ? അങ്ങനെ ആണെങ്കിൽ ഈ 24 വരാം, ഈ പറയുന്ന 36 വരാം, 60 വരാം, 18 വരൂല. സോ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആരായിരിക്കും? 18. ഓക്കെ ആണോ? എങ്കിൽ തൊട്ടടുത്ത ചോദ്യം നോക്കേ. 3 ഉണ്ട്, 4 ഉണ്ട്, എക്സ് ഉണ്ട്. 4, 3 LCM എത്ര വരുന്നത്? 12. എക്സ് അതേപോലെ മാറ്റിയിട്ടു. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? 12x എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് ആരായിരിക്കണം? 12 ആയിരിക്കണം. നിസ്സാരമായിട്ട് പറയാം, മുകളിൽ പറഞ്ഞ ചോദ്യം പോലെ തന്നെ ഇവിടെയും 18 കാര്യം മൾട്ടിപ്പിൾ ഓഫ് 12 അല്ല 18. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് 18. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. നമ്മൾ നേരത്തെ പഠിച്ചതാ, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാ. ഇവിടെ കോപ്രൈം ആകുന്ന ആളുകളാണ്
അവന്മാരുടെ പ്രോഡക്റ്റ് ആണ് 104 എങ്കിൽ എൽ സി എം എന്ന് പറയുന്നത് തന്നിട്ടുള്ള നമ്പറുകൾ കോപ്രൈം ആണെങ്കിൽ എൽ സി എം എന്ന് പറയുന്നത് പ്രോഡക്റ്റിന് ഈക്വൽ ആകില്ലേ? ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 104 എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റ് തന്നെയാണ് എൽ സി എം ആയി മാറുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കേ. ഇവിടെ എന്താ എൽ സി എം ഓഫ് 2 പ്രൈം നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. മക്കളെ, ഒരു നമ്പർ എക്സ് ആണ്, മറ്റേ നമ്പർ വൈ ആണ്. ഇവിടെ അവർ പറയുകയാണ് എൽ സി എം എന്ന് പറയുന്നത്, അതായത് പ്രോഡക്റ്റ് എടുത്താൽ മതി, എക്സ് വൈ എന്ന് പറയുന്നത് ആരാണ്? 119. ഓക്കെ ആണോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നമ്പേഴ്സുകൾ എന്താണ്? എക്സും വൈയുമാണ്. ഈ പറയുന്ന 2 പ്രൈം നമ്പേഴ്സ്, രണ്ടുപേരും പ്രൈമാ. രണ്ട് പ്രൈം നമ്പറുകളുടെ പ്രത്യേകത എന്താ? ഇഫ് ദ നമ്പേഴ്സ്, ഇഫ് ബോത്ത് ദ നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതായ രണ്ട് നമ്പറുകൾ പ്രൈമുകളാണെങ്കിൽ, രണ്ട് നമ്പറുകൾ പ്രൈമുകളാണെങ്കിൽ, പ്രൈം ആകുന്ന ആളുകൾ ആരുമാണ്? ഓട്ടോമാറ്റിക്കലി കോ പ്രൈമുകളും ആണ്. ഇഫ് 2 നമ്പേഴ്സ് ആർ പ്രൈം ദെൻ ദേ ആർ ഓൾസോ കോ പ്രൈംസ്. അവന്മാരാരുമാണ്? കോ പ്രൈംസുമാണ്. എങ്കിൽ നമ്മളിവിടെ ഡിവിസിബിലിറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. എന്താ ഈ 119നെ ഏത് രണ്ട് നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, അല്ലെ സോറി, ഏത് രണ്ട് നമ്പറുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ നമുക്കറിയാം എന്തായാലും രണ്ടാവാൻ സാധ്യതയില്ല. 9 2 11, 3 കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് എന്തായാലും പറ്റില്ല, 5 കൊണ്ട് എന്തായാലും പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റുമോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവിസിബിലിറ്റി റൂൾ നോക്കും. 119ലെ 11നെ മാറ്റി 9നെ മാറ്റി ഇട്ടു. ഈ പറയുന്ന യൂണിറ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് ഗുണിച്ചു. ആൻസർ ഇവിടെ 18 വന്നു, ഇവിടെ 11 വന്നു. രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരുമെന്ന് നോക്കുക. മൈനസ് എന്താ കുറയ്ക്കണം, സബ്സ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത് കേട്ടോ. എന്താ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യണം, സബ്സ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. കുറയ്ക്കുമ്പോൾ എൻ്റെ ആൻസർ -7 വരും. -7 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 7 ആയിട്ട് പരിഗണിക്കാം. അതുകൊണ്ട് ഇവൻ ഡിവിസിബിൾ ബൈ 7 ആണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും ഈ 119നെ എനിക്ക് എങ്ങനെ എഴുതാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 17 ഗുണം 7 എന്ന് വരും. ഓക്കെ ആണോ? 17 ഗുണം 7 ആണ് 119. അതിനർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആൾ 17, വൈ എന്ന് പറയുന്ന ആൾ 7. ഇനി എന്താ ചോദ്യം പറയുന്നത്? എക്സ് ആകണം വലുതാകുന്ന ആളെന്ന് ചോദ്യം പറയുന്നുണ്ട്. എക്സ് ആണ് വലുത്, വൈ ആണ് ചെറുത്. അതുകൊണ്ട് 17 ആണ് വലുത്, 7 ആണ് ചെറുത്. ഇനി അവരെന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? 3y മൈനസ് എക്സ് എത്രയാണ്? വൈയുടെ സ്ഥാനത്ത് ഇവിടെ 7 അല്ലേ, അതുകൊണ്ട് 3 ഗുണം 7 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് 17 അല്ലേ, ഏതാണ്ട 17. 7 ഗുണം 3 എത്ര? 21. മൈനസ് എത്ര? 17. 17 4 ആണ് 21. സോ ഡിഫറൻസ് എടുക്കും. ആൻസർ ഇസ് 4. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. പിടികിട്ടിയോ മക്കളെ? ഐഡിയ പിടികിട്ടിയോ? എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഇനി എന്താണ് അടുത്ത ചോദ്യം നോക്കേ. വളരെ ഇനി ഇതാ വളരെ നിസ്സാരമാകുന്ന രീതിയിൽ ഞാൻ ഇവനെ പറഞ്ഞു തരാമേ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ മക്കളെ. വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിൽ ഞാൻ ആളെ പഠിപ്പിച്ചു തരാം. ദാ ചോദ്യം നോക്കേടാ. 8ന്റെ സ്ക്വയർ അതുപോലെ തന്നെ എന്ത്? 8ന്റെ സ്ക്വയർ അതുപോലെ തന്നെ എന്ത്? 6ന്റെ ക്യൂബ് എന്ന രീതിയിൽ ഒരു നമ്പർ. അടുത്തത് എന്താ തന്നേക്കുന്നത്? 4ന്റെ പവർ 6 അതുപോലെ തന്നെ 9ന്റെ പവർ 3. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന 8നെയും 6നെയും അവന്മാരുടെ ഫാക്ടറുകളാകുന്ന ആളുകൾ ആരൊക്കെയാ? അതുപോലെ 4നെയും 9നെയും നോക്കുക. അവന്മാരുടെ ഫാക്ടറുകളാകുന്ന ആളുകൾ ആരൊക്കെയാ? ദാണ്ട് ഇവിടെ എനിക്ക് 2ന്റെ ക്യൂബ് എന്ന് എഴുതാം. ഇവനെ 2ന്റെ ക്യൂബ് മൊത്തത്തിൽ ഇവിടെ ഒരു 2 വരും. കണ്ടോ? ഇവിടെ 6 എന്ന് പറയുന്നവനെ എനിക്ക് 2 ഗുണം 3 ദ ഹോൾ റൈസ് ടു എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. ഇതിന്റെ ആക്ച്വൽ സ്റ്റെപ്പുകളാണ് ഞാൻ എഴുതി മാറ്റുന്നത് കേട്ടോ. ഇതെന്താന്നുള്ളത് നിങ്ങൾക്ക് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. അത് ആ സ്റ്റെപ്പ് മൊത്തം ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇടയിൽ കുറേ സ്റ്റെപ്പുകൾ കട്ട് ചെയ്ത് പോകാനുള്ള വഴിയും കൂടെ പിടികിട്ടും. ഇവിടെ 4നെ എനിക്ക് എങ്ങനെ എഴുതാം? 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. പവറിനകത്ത് എത്ര ഉള്ളത്? 6 ഉണ്ട്. ഇവിടെ 9നെ എനിക്ക് എന്ത് എഴുതാം? 3ന്റെ സ്ക്വയർ എന്ന് എഴുതാം. ദാ ഇവിടെ പവറിൽ 3 വരും. ഇനി ഞാൻ എന്ത് ചെയ്യണം? ദാ ഈ 3ഉം 2ഉം കൂടെ ഗുണിക്കണം. ദാ ഈ പറയുന്ന 3ഉം 2ഉം കൂടെ ഗുണിക്കണം. ഈ 6ഉം 2ഉം കൂടെ ഒക്കെ ഗുണിക്കണം. അറിയാലോ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ആലോചിച്ചോക്കെ. 2 3 റൈസ് ടു, അപ്പൊ 2 റൈസ് ടു 6 ഇൻറ്റു ഇവിടെ 2 റൈസ് ടു തനിത്തനിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തോളൂ. 3 ഇവിടെ 3 റൈസ് ടു എത്ര ഉണ്ട്? 3. ഇവിടെ എന്താ ഉള്ളത്? 2 റൈസ് ടു 12 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട് മക്കളെ? 3 റൈസ് ടു 3 ഗുണം 2 എത്ര? 6. ഇനി എഴുതി മാറ്റുക. 2 റൈസ് ടു 9 ഗുണം താണ്ട് ഇതെന്താ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ? 6 + 3 9. ഇനി ഇവിടെ 3ന്റെ ക്യൂബ്. ഇവിടെ എത്ര ഉള്ള? 2 റൈസ് ടു 12. ഇവിടെ എത്ര ഉള്ള മക്കളെ? 3 റൈസ് ടു 6. ഇപ്പോൾ എനിക്ക് ഇവന്മാരെ ഫാക്ടറുകളാക്കി മാറ്റാൻ പറ്റി ഇൻ ടേംസ് ഓഫ് 2 ആൻഡ് 3. ഈ രണ്ട് നമ്പറുകൾക്കും ഇടയിൽ എന്താണ്? ഒരു കോമൺ ഫാക്ടറുകളെ വെച്ചാണ് ഞാൻ പവറുകളെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ശരിയല്ലേ? ഇനി ഞാൻ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഈ 2 പേരിൽ വലുതാകുന്ന പവർ ആർക്കാ ഉള്ളത്? ഇവിടെ ഈ 2 എന്ന് പറയുന്ന ബേസ് വരുന്ന, അല്ലെങ്കിൽ 2ന്റെ പവറുകളിൽ ഏറ്റവും വലുത് 12. ആ നമ്പറിനെ എടുക്കുക. 2 റൈസ് ടു 12. ഓക്കെ ആണോ? ഇനി അതേപോലെ ഞാൻ നോക്കണം 3യുടെ പവർ വരുന്നതിൽ ഏറ്റവും വലുതാരാണ്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. വലുത് ഏതാ?
ഈ പറയുന്ന 3/6 ആ വലുതിനെ ഇങ്ങോട്ട് എടുത്തെഴുതുക. സോ ദാറ്റ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് LCM എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ ആണോ? സോ എന്തായിരിക്കും 2/12 ഇൻറ്റു 3/6 ആയിരിക്കും എൻ്റെ LCM എന്ന് പറയുന്നത്. കേട്ടോ, ഇങ്ങനെ ഫാക്ടറുകളാക്കി മാറ്റിയിട്ട് അതിലെ വലിയ ഫാക്ടർ വരുന്നവന്മാർ ആരാണോ അതിനെ മാത്രമായിട്ട് എടുത്തെഴുതുന്നു. അപ്പോൾ എനിക്ക് ആരെ കിട്ടുന്നു? LCMനെ കിട്ടുന്നു. ഓക്കെ ആണോ? ഇനി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഒരുപക്ഷെ HCF ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കോമൺ ആകുന്ന ആളുകളെ മാത്രം നോക്കിയാൽ മതി. HCF ആണ് ചോദിക്കുന്നതെങ്കിൽ കോമൺ, അതായത് ഇവിടെ 2/9 ഉണ്ട്, ഇവിടെയും 2/9 ഉണ്ട്. സോ 2/9 എടുത്തെഴുതുന്നു. ഇവിടെ 3/3 ഉണ്ട്, ഇവിടെയും 3/3 ഉണ്ട്. ബാലൻസ് ആളുകൾ വരുമായിരിക്കും. കോമൺ ആരുണ്ടെന്നുള്ളതാ ഇതായിരിക്കും ഇവിടുത്തെ HCF എന്ന് പറയുന്നത്. LCM ആണ് ചോദിക്കുന്നതെങ്കിൽ വലിയ പവർ ആരാണോ അതിനെ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, HCF ആണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയ പവറുകൾ വരുന്ന ആളുകളെ എടുത്താൽ, ഇതാ ശ്രദ്ധിച്ചോ, 2/9 ചെറിയ പവറുകൾ എടുത്താൽ എന്ത് കിട്ടും? HCF കിട്ടും. വലിയ പവറുകളെ എടുത്താൽ, അതായത് വലിയ പവറുള്ള ആളുകളെ എടുത്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ 2/12 ഇവിടെ എത്ര ഉള്ള 3/6. വലിയ പവർ ആണെങ്കിൽ LCM, ചെറിയ പവറാണ് HCF. ഇതാണ് ആ ഒരു രീതി. ഓക്കെ ആണോ? പിടികിട്ടിയോ? ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ തരാം, ചെയ്തു നോക്കാൻ. താണ്ടേ ഇവിടെ നമ്മൾ അടുത്തൊരു ചോദ്യത്തിനകത്തേക്ക് താണ്ടേ ഈ ചോദ്യം ചെയ്യേണ്ടടാ. ഈ ചോദ്യം ചെയ്തു പോവാ. താണ്ടേ നമ്മൾ അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാ. അതാണ്ട് ഈ LCM ആകുന്നത് ഈ ഒരു ചോദ്യം ചെയ്തു നോക്കേടാ. ഇവിടെ എന്താ തന്നേക്കുന്നേ? 2/4 ഇൻറ്റു 3/4 ഇൻറ്റു 5/3 ഏതാണ് നമ്പർ? അതുപോലെ ഇപ്പുറത്ത് എന്താ ഉള്ളത്? 2/2 ഇൻറ്റു 3/6 ഇൻറ്റു 5/5 ഇൻറ്റു 7/2. നമ്മൾ എന്താ നോക്കണ്ടേ? വലിയ പവറുകളാണെങ്കിൽ LCM കിട്ടും. LCM അല്ലേ വേണ്ടേ? വലിയ പവർ ഇവിടെ 2ന്റെ പവർ 4 വരുന്നതാണ് വലുത്. സോ ഇവിടെ ഞാൻ എന്തെഴുതും? 2/4. ശരിയല്ലേ? ഇനി 3ന്റെ പവർ വരുന്നതിലെ വലുത് 3/6. അപ്പോൾ 3ന്റെ പവർ വരുന്നതിൽ 6 അതേപോലെ എഴുതും. 5ന്റെ പവറിലെ ഏറ്റവും വലുത് വരുന്നത് 5/5. 7ന്റെ പവർ അങ്ങനെ വേറൊരാൾ ഇല്ലല്ലോ, അങ്ങനെ കോമൺ ആണ് എന്ന് പറയാൻ വേണ്ടി ഒരാളില്ലല്ലോ. കൊണ്ടോടാ? ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഉള്ളവനെ അതേപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഗുണം 7/2 ഉള്ളവനെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ കയ്യിലിരിക്കുന്ന ആളായിരിക്കും ആരെന്ന് പറയുന്നത്? LCM. ഇത് എവിടെയുള്ള 2/4, 3/6, 5/5, 7ന്റെ സ്ക്വയർ ആരാ മക്കളെ? അത് താണ്ടേ ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, എന്നോട് ചോദിക്കുന്നത് HCF ആയിരുന്നെങ്കിൽ ചെറിയ പവർ നോക്കണം. അപ്പോൾ ആര് വരും? 2ന്റെ പവർ 2 ആണ്, ഇതാണ് ചെറിയ പവർ വരുന്നത്. 3ന്റെ പവർ 4 വരുന്ന ആളാണ് അവിടുത്തെ ചെറിയ പവർ എന്ന് പറയുന്നത്. 5ന്റെ പവർ എന്ന് പറയുന്നത് 3 വരുന്ന ആളാണ് ചെറുതെന്ന് പറയുന്നത്. ഇനി അവിടെ കോമൺ ആയിട്ട് 7ന്റെ പവറുള്ള ആൾ രണ്ടിടത്തും ഇല്ലാത്തത് കൊണ്ട് എഴുതാൻ നിൽക്കണ്ട, ഇതായിരിക്കും അതിൻ്റെ HCF എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കണേ. ഇതിപ്പോൾ 2 നമ്പറുകൾ വരുന്ന കണ്ടീഷനാണ് നമ്മളിപ്പോൾ എഴുതി മാറ്റിയത്. ഇനി 3 നമ്പറുകൾ വരുന്ന കണ്ടീഷൻ എഴുതി മാറ്റിക്കോ. അപ്പോൾ അവിടെ എന്ത് വരുമെന്ന് നോക്കിക്കോ. താണ്ട ഇതാണ് 3 നമ്പർ വരുന്ന കോൺസെപ്റ്റ്. ഒന്ന് എഴുതി നോക്കേ. ഇവിടെ 2ന്റെ സ്ക്വയർ, ഇവിടെയും 2ന്റെ സ്ക്വയർ, ഇവിടെ 2 ഉണ്ട്. നമ്മൾ നോക്കണം LCM ആവേണ്ടേ. 3 സ്ഥലത്തും നോക്കുമ്പോൾ 3 ഇടത്തും കൂടെ നോക്കുമ്പോൾ വലിയ പവർ അത് 2ന്റെ സ്ക്വയറാണ്. ഇനി നോക്കേ, ഇവിടെ 3 ഇടത്തും കൂടെ നോക്കുമ്പോൾ 3യുടെ വലിയ പവർ എത്ര? അത് 3യുടെ സ്ക്വയറാണ്. എത്ര വരിക? 3യുടെ സ്ക്വയർ. ഇനി അടുത്തത് നോക്കേ, ഈ 3 ഇടത്തൂടെ നോക്കുമ്പോൾ 5ന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ. അടുത്തത് 7ന്റെ ഏറ്റവും വലിയ പവർ, എല്ലായിടത്തും 7 ഉള്ളൂ. അപ്പോൾ പിന്നെ അവനെ അങ്ങ് എഴുതിയാൽ മതി, കാര്യമൊന്നുമില്ല. 2ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 4. 3ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 9. 5ന്റെ സ്ക്വയർ എത്ര മക്കളെ വരുന്നത്? 25. പിന്നെ ഇവിടെ 7 ഉണ്ട്. ശരിയാണോ? ഇനി നമുക്ക് ചെയ്തു നോക്കാം. 25 ഗുണം 4 എന്ന് പറഞ്ഞാൽ 100. 7 9 എത്ര മക്കളെ? 63. മൊത്തം കൂടെ ഗുണിക്കുമ്പോൾ 6300 എന്ന് വരും. ഇവനാണ് LCM. ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഓക്കെ അല്ലേ? ഇനി താണ്ടേ അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോദ്യം LCM സ്ലാഷ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാനുള്ള ചോദ്യം. 60 ഉണ്ട്, അതുപോലെ 120 ഉണ്ട്, ഇനി 225 ഉണ്ട്. അപ്പോൾ ഈ 3 നമ്പറുകളുടെയും LCM എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് സ്ലാഷ് മെത്തേഡ്. ഓക്കെ ആണോ? വളരെ എളുപ്പത്തിൽ കിട്ടും. ഒന്നാമത്തെ കാര്യം സൂക്ഷിച്ച് നോക്കേ, ഇവന്മാരെ എല്ലാവരെയും എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേടാ. എല്ലാവരെയും എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് പിടികിട്ടും. ഒന്ന് നോക്കേ, ഇവിടെ 60, ഇവിടെ 120, ഇത് 225. എനിക്ക് എന്തായാലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും അവിടെ ഉള്ളത്. ശരിയല്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ 3 എന്നല്ലേ വരിക. 3 കൊണ്ടാകുമ്പോഴത്തേക്ക് ഇത് എത്ര വരും മക്കളെ? 20. ഓക്കെ ആണോ മക്കളെ? ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വരും ഇവിടെ? ഇത് 40. ഇവിടെ 225 വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അവിടെ വേണ്ട, ഇത് മതി, 3 കൊണ്ട് മതി. അപ്പോൾ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ആര് വരുമായിരിക്കും? 22 ആകുമ്പോഴത്തേക്ക് അവിടെ 6 3 7 3 21 വരും. ശരിയല്ലേ? 7 3 21 വരും. ഇനി ബാലൻസ് ആയിട്ട് അവിടെ 1 ഉണ്ട്. 15 എന്ന് പറയുമ്പോഴത്തേക്ക് 5 വരും, 75 വരും. ശരിയാണോ? വേണമെങ്കിൽ 5 കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാമായിരുന്നു. അതെന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, എല്ലാവരെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഒറ്റയടിക്ക് പെട്ടെന്ന് നോക്കിയാൽ 5 കൊണ്ടും പറ്റുമല്ലോ. 5 കൊണ്ട് വേണേലും ചെയ്തു.
അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. വെട്ടിച്ചെറുതാക്കാം. വലിയ വലിയ സംഖ്യകളിട്ട് വെട്ടിയാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ 5 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 12. ഇവിടെ 5 കൊണ്ട് വെട്ടിയാൽ എത്ര വരും? 24. ഇവിടെ 5 കൊണ്ട് വെട്ടിയാൽ എത്ര വരുമായിരിക്കും? ഇവിടെ 4 വരും. ദാണ്ടേ 4 വരും. 4 20. ഇനി ഒരു ബാലൻസ് 2 ഉണ്ട്. 25 ആകുമ്പോൾ 5 45 എന്ന് വരും. ശരിയാണോ? ഇനി നമ്മൾ നോക്കണം എന്താ ഈ തന്നിട്ടുള്ളതാകുന്ന സംഖ്യകളെ വെട്ടാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? 3 പേർക്കും കോമൺ ആയിട്ട് ഉണ്ടടാ. 3 കൊണ്ട് വെട്ടാം. അപ്പോൾ അതാ ഇവിടെ ഒരു 3 എന്ന് എഴുതി. ഓക്കെ ആണോ? 3 കൊണ്ട് വെട്ട്. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 4. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 8. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 15. ശരിയാണോ? ഇനി ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്ക്. ഇനി 3 പേരെയും കൂടെ ചേർത്ത് വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല. അതിനർത്ഥം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 5 ഗുണം 3 എന്ന് പറയുന്നതാണ് എൻ്റെ HCF എന്ന് പറയുന്നത്. 5 ഗുണം 3 എന്ന് പറയുന്നതാണ് ആര്? എൻ്റെ കയ്യിലിരിക്കുന്ന HCF എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? നിലവിൽ ഇനി 3 പേരെയും ഒരുപോലെ വെട്ടിച്ചെറുതാക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ HCF എന്ന് പറയുന്ന ആൾ 5 ഗുണം 3 15 ആണെന്ന് ഉറപ്പിക്കുക. LCMലേക്ക് പോകാൻ ഇനി അവശേഷിക്കുന്നതായ ആളുകളിലെ 3 പേരെ പറ്റാത്തത് കൊണ്ട് 2 പേരെ വെച്ച് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കുക. മക്കളെ 4ഉം 8ഉം വെട്ടിച്ചെറുതാക്കാൻ പറ്റും. എത്ര കൊണ്ട്? 4 കൊണ്ട് തന്നെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 1. 4 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും? 2. ഇനി നമ്മൾ മനസ്സിലാക്കുന്നു 4 കൊണ്ട് വെട്ടിച്ചെറുതാക്കി. ഇനി ഇവിടെ 1 വന്നേക്കുന്നത് പരിഗണിക്കേണ്ട. ഇനിയുള്ളത് ഇവിടെ ആരാ? 2ഉം 15. ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 2 ഗുണം 15 എന്ന് എടുത്തങ്ങ് എഴുതിയേക്കുക. അവശേഷിക്കുന്നതാകുന്ന ആ സംഖ്യകളെ അതേപോലെ എടുത്തങ്ങ് എഴുതിയേക്കുക. ഇനി മൊത്തത്തിൽ ഗുണിക്കുമ്പോഴായിരിക്കും എനിക്ക് എന്ത് കിട്ടുക? എൻ്റെ LCM എന്ന് പറയുന്ന ആളിനെ കിട്ടുക. മൊത്തത്തിൽ ഗുണിക്കുമ്പോൾ എനിക്ക് LCM കിട്ടും. മകളെ എൻ്റെ LCM എന്ന് പറയുന്നത് ആര് വരുമെന്ന് കണക്കൂട്ടി നോക്കേടാ. ഇതാ നോക്കേ, 5 ഗുണം 2. എപ്പോഴും ഗുണിക്കാനുള്ള എളുപ്പം എന്താ? ഇങ്ങനെ 5 ഗുണം 2 എത്ര മക്കളെ വരുന്നത്? 10. ഓക്കെ ആണോ? ഇനി 15 ഗുണം 4 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 60. ശരിയാണോ? 60 ഗുണം 10 എത്രയായി? 600. ഇനി ഇവിടെ അകത്തൊരു 3 ഉണ്ട്. 600 ഗുണം 3 എന്ന് പറഞ്ഞാൽ ആരാ? 1800. സോ എൻ്റെ LCM എന്ന് പറയുന്നത് 1800. കണ്ടോ? വളരെ വേഗത്തിൽ കണ്ടുപിടിച്ച് അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോവാം. ഈ ചോദ്യം നോക്കിയടാ. ഇവിടെ ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് എൻ്റെ കയ്യിൽ 2 സംഖ്യകളുണ്ട്. അതിൽ ഒരെണ്ണം 36ഉം മറ്റത് Kയുമാണ്. എങ്കിൽ പോസിബിൾ വാല്യൂസ് ഓഫ് K എന്ന് പറയുന്ന ആൾക്ക് പോസിബിൾ ആകുന്ന വാല്യൂ എന്താണ് ഇഫ് LCM എന്ന് പറയുന്ന ആൾ 72 ആണെങ്കിൽ? അപ്പോൾ ഞാൻ ആലോചിക്കണം എൻ്റെ ഓപ്ഷൻസിൽ ആരൊക്കെയുണ്ട്? 8 ഉണ്ട്, 24 ഉണ്ട്, 72 ഉണ്ട്. ആദ്യം ഞാൻ ഈ Kക്ക് പകരം 8 ആണെന്നൊന്ന് പരിഗണിക്കുന്നു. 36ഉം 8ഉം ആണെന്ന് പരിഗണിക്കുന്നു. സ്ലാഷ് മെത്തേഡ് വഴി വെട്ടട. 8 കൊണ്ട് വെട്ടാൻ പറ്റൂല, പക്ഷെ 4 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ 9 വരും. ദാണ്ട് 4 കൊണ്ട്. അപ്പോൾ 4 എന്ന് എഴുതി. 4 കൊണ്ട് 9 വരും. ഇതെത്ര വരും? 2 വരും. ഇനി എന്തുണ്ട്? ഇവന്മാർ 2 പേരും കോപ്പറേയും കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ 9 എഴുതും. ഇവിടെ 2 എഴുതും. 9 2 18 4 എത്ര വരും? 72 എന്ന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം ഈ D വരാൻ സാധ്യതയുണ്ട്, അതുപോലെ B വരാൻ സാധ്യതയുണ്ട്. എന്തായാലും Aയും Cയും ആകില്ല. ഓക്കെ ആണോ? Aയും Cയും ആകില്ല. ഓക്കെ ആണോ? ഇനി അപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിക്കാം ഇനി ഏതെങ്കിലും ഒരാൾ 24 ഈ പറയുന്ന 36നോടൊപ്പം Kക്ക് പകരം 24 കൂടെ ആണ്, 24 കൂടെ പരിഗണിക്കാം എന്ന് വന്നാൽ ഓപ്ഷൻ B ആണ് ശരിയെന്നാകും. ശരിയല്ല? പിന്നെ നമ്മൾ 72നെ നോക്കേണ്ട കാര്യമില്ല. 72 അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. 72 എന്ന് പറയുന്ന ആളിനെ എടുക്കട. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ലോജിക്ക് എന്താ? 36നെ കൊണ്ട് 72നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും എന്നാണെങ്കിൽ LCM എന്ന് പറയുന്നത് 72 ആയിരിക്കും. HCF എന്ന് പറയുന്നത് ആരായിരിക്കും? 36 ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഈ പറയുന്ന B എന്ന് പറയുന്ന ആൾ ശരിയായി മാറിയില്ലേ? ഇനിയിപ്പോൾ Dയിലേക്ക് പോകണ്ട. 8 മാത്രമല്ല 72ഉം ഒരു ഫാക്ടറാണ്. പിന്നെ നോക്കണ്ട, ഓപ്ഷൻ B ഈസ് ദ ഒൺലി കറക്റ്റ് ആൻസർ. പോസിബിലിറ്റി പ്രകാരം അവിടെ B മാത്രമായിരിക്കും പിന്നീട് ആൻസർ ആയിട്ട് വരിക. ശരിയല്ലേടാ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആ ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് മക്കളെ? ഒന്ന് ശ്രദ്ധിച്ചേടാ. LCM ആണ് അവരുടെ വിഷയം. 2 നമ്പറുകൾ തന്നിട്ടുണ്ട്, Xും Yയും. ഇവിടെ ഈ Xും Yയും എന്ന് പറയുന്ന നമ്പർ കോപ്രൈം ആണോ, പ്രൈം ആണോ, അല്ലെങ്കിൽ സാധാരണ സംഖ്യകളാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവന്മാർ കോപ്രൈമുകളാണ് എന്ന് വരികിൽ 2 പേരുടെയും LCM എന്ന് പറയുന്ന 2 നമ്പറുകളുടെയും കൂടെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഇഫ് X ആൻഡ് Y ആർ 2 നമ്പേഴ്സ്, ദെൻ എന്താണ് LCM എന്ന് പറയുന്നതും അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ആർക്ക് തുല്യമായിരിക്കും? X ഇൻറ്റു Yക്ക് തുല്യമായിരിക്കും. ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് പ്രകാരം X ഇൻറ്റു Y എന്ന് വരുന്ന ഒരേ ഒരാൾ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ആര് മാത്രമാ? ഓപ്ഷൻ A. ഒരിക്കലും XY/2 എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ആയിരിക്കില്ല. XY എന്ന് വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതായത് ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ട്, അതായത് ഇപ്പോൾ അവർ പറയുകയാണ് LCMും പ്രോഡക്റ്റും നമ്മൾ എടുക്കുമ്പോൾ എന്താണ് എനിക്ക് XY എന്നാണ്, X ഒരു നമ്പറും Y മറ്റൊരു നമ്പറുമാണെന്നാണ് ഞാൻ പരിഗണിച്ചത്. അതേസമയം എനിക്കവിടെ LCMും പ്രോഡക്റ്റും കിട്ടിയത് XY എന്നാണ്. എങ്കിൽ തന്നിട്ടുള്ളതാകുന്ന നമ്പറുകളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിട്ടൊരു 3-4 ഓപ്ഷൻ തരും. അതിനകത്ത് കോപ്രൈം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആൻസർ. കോപ്രൈമോ അല്ലെങ്കിൽ പ്രൈമോ ആകാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുകിൽ 2 നമ്പറുകൾ പ്രൈം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കോപ്രൈമുകളും ആകുമെന്ന് പറഞ്ഞില്ലേ?
ശരിയല്ലേടാ? അപ്പോൾ തിരിച്ചും ചോദ്യങ്ങളുണ്ടാവും. ഇനി നമ്മൾ പഠിച്ച സ്ലാഷ് മെത്തേഡ് ഒന്നുകൂടി ഉപയോഗിക്കാനുള്ള സമയമായി, ഒന്നുകൂടി ഉപയോഗിക്കാൻ സമയമായി. നമ്പർ ഏതൊക്കെയാ? 16. ഇതാ ഈ ചോദ്യമാണ്. 16. അത് കഴിഞ്ഞാൽ ആരാ ഉള്ള? 24. അത് കഴിഞ്ഞാൽ ആരാ ഉള്ള? 36. അത് കഴിഞ്ഞാൽ ആരാ ഉള്ള? 52. അത് കഴിഞ്ഞാൽ ആരാ ഉള്ള? 54. LCM എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ HCF കൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഒറ്റ കാര്യം, എല്ലാവരെയും നോക്കുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. അതായത് 2 ഗുണം എന്ന് എനിക്ക് എഴുതാം. ശരി, 2 കൊണ്ടങ്ങ് വിട്ട്. അപ്പോൾ ഇതെത്ര വരും? 8. 2 കൊണ്ട് വിട്ട് ഇതെത്ര വരും? 12. 2 കൊണ്ട് വിട്ട് ഇതെത്ര വരും? 18. 2 കൊണ്ട് വിട്ട് ഇതെത്ര വരും? 26. 2 കൊണ്ട് വിട്ട് ഇതെത്ര വരും? 27. ഇനി എനിക്കറിയാം ഇവിടെ മുമ്പോട്ടേക്ക് പോകാൻ സാധ്യതകൾ ഇല്ല. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 എന്ന് പറയുന്ന ആൾ എൻ്റെ എന്തായി മാറി? HCF ആയി മാറി. കാര്യം എന്താ? എല്ലാ നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണ് എക്സെപ്റ്റ് 27. അതായത് 2 കൊണ്ട് ഇനി എന്തായാലും അവനെ പറ്റില്ല. 3 കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കൊണ്ടും പറ്റൂല. കാര്യം എന്താ? 26 3 കൊണ്ട് പറ്റില്ല. ഇവനെ 3 കൊണ്ട് പറ്റും, ഇവനെ 3 കൊണ്ട് പറ്റും, ഇവനെ 3 കൊണ്ട് പറ്റും, 8നെ 3 കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു കോമൺ ആകുന്ന ഡിവിസിബിൾ ആകുന്ന നമ്പർ ഇനി അങ്ങോട്ട് 4 പേർക്കും ഒരുപോലെ വരുന്നത് ഇനി അങ്ങോട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം HCF 2. തീർന്നില്ല, നമുക്ക് വേണ്ടത് LCM ആണ്. എന്ത് ചെയ്യണം ഇനി? എന്ത് ചെയ്യണം? ഈ പറയുന്ന 5 സംഖ്യകളെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ കിട്ടുന്നില്ല എന്നാണെങ്കിൽ 4 സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ ഉണ്ടോ നോക്കിയാൽ മതി. നോക്കടാ, ഇവനും 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 എല്ലാം ഈവൻ ആകുന്ന സംഖ്യകളല്ലേ. അതുകൊണ്ട് എനിക്കറിയാം 2 കൊണ്ട് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇത് 4 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ്, ഇത് 6 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ്, ഇത് 9 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യ്, ഇത് 13 വരും. ശരി, ഇനി ഞാൻ നോക്കുകയാണ്. ഇവിടെ 27 കൂടെ ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. കൂട്ടത്തിലെ 5 പേരുണ്ട്. 5 പേരെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇനിയും ഒരു സംഖ്യ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഖ്യ ഇനി ഉണ്ടാകില്ല. 4 പേരെ, ഏതെങ്കിലും 4 പേരെ പറ്റുന്നുണ്ടോ എന്ന് നോക്കെ. 4 പേര് ഇപ്പോൾ എടുക്കുന്നത് 27 9 6 4 പറ്റൂല. 13 27 അങ്ങനെ ആ കോമ്പിനേഷൻസ് നോക്കുക. 4 എണ്ണം എന്തായാലും പറ്റില്ല. പക്ഷെ 3 സംഖ്യകളെ എടുക്കാൻ പറ്റും. ആരൊക്കെയാ? 6 9 27. ഈ 3 സംഖ്യകളെയും കൂടെ പരിഗണിച്ച് എനിക്ക് ഒറ്റയടിക്ക് വെട്ടി ചെറുതാക്കാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്ര വരും? 2. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ എത്ര വരും? 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ എത്ര വരും? 9. ശരിയാണോ? ശരിയാണോ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാ മക്കളെ? ഏതാ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, ഇവിടെ 13 ആണുള്ളത്. ഇനിയും വെട്ടി ചെറുതാക്കാം. ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്താൽ ഇനിയും വെട്ടി ചെറുതാക്കും. ആദ്യം ആരെ എടുക്കാം? 2 എടുക്കാം. ദാണ്ടേ ഗുണം 2. 2 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 2 വരും. ഈ 2 അങ്ങ് എത്രയായി മാറും? 1 ആയി മാറും. ഇനി അവനെ പരിഗണിക്കണ്ട. ഇനി ആരെ മാത്രം പരിഗണിച്ചാൽ മതി? ഈ 2 മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. 3 കൊണ്ട് വെട്ടാൻ പറ്റുമോ? പറ്റും. അതുകൊണ്ട് ഇവനെ അങ്ങ് വിട്ട് ഇതങ്ങ് 1 ആയി. ഇനി ഇവനെ പരിഗണിക്കണോ? ഇവനെയും വേണ്ട, ഇവനെയും പരിഗണിക്കണ്ട. 3 കൊണ്ട് ഇവനെ വെട്ടാം. അപ്പോൾ എത്ര വരുമായിരിക്കും? 3 എന്ന് വരും. ശരിയല്ലേ? 3. ഇനി കയ്യിൽ 3 ഉണ്ട്, 2 ഉണ്ട്, ഈ 13 കിടപ്പുണ്ട്. ഇനി ഈ 3 പേരെയും കൂടെ ഒരുമിച്ച് വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? 2 13 3നെ ഇല്ല. എന്നാണെങ്കിൽ അത് അതേപോലെ എടുത്തങ്ങ് എഴുതിയേക്കാം. 2 ഗുണം 3 ഗുണം 13. ശരി, ഇത് മൊത്തം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 2 ഗുണം 2 4. ഇവിടെ ഒരു 2 ഉണ്ട്, ഇതൊരു 2 ആണ്. അപ്പോൾ എത്രയായി? 2 ഗുണം 2 4, 4 4 16 എന്ന് വന്നു. ഇസ് ഈക്വൽ ടു 16 ഗുണം, ഇനി ഇവിടെ എത്ര ഉള്ളത്? 16 ആയി. ഇനി ഇവിടെ എന്തുണ്ട്? 3 ഗുണം 3 9. 3 ഗുണം 3 9. 16 ഗുണം 9 144 വരും. ശരി, ഇനി ഇവിടെ എന്താ ഉള്ളത്? 3 ഗുണം 2 എത്ര വരുന്നത്? 6 ഉണ്ട്. പിന്നെ ഇവിടെ എത്ര ഉള്ളത്? 2 4 അതെല്ലാം ആയല്ലോ. 3 അല്ലല്ല, 3 ഗുണം 2 അല്ലല്ലോ, സോറി, എനിക്കൊരു അബദ്ധം പറ്റി. 16 ഗുണം 9. 16 ഗുണം 9 വരെ കറക്റ്റാ. അതായത് ഈ 2 എടുത്തു, ഈ 2 എടുത്തു, ഈ 2 എടുത്തു, ഈ 2 എടുത്തു. ഇനി ഇവിടെ ആരൊക്കെയുള്ള? 3 ഗുണം 3 9. ഇവന്മാരെ 2 പേരെ എടുത്തു. ഇനി ഇവിടെ ആരുള്ള? 13 ഗുണം 3. 13 ഗുണം 3. 13 ഗുണം 3 എത്രയാടാ? അപ്പോൾ 13 ഗുണം 3 എന്ന് പറയുമ്പോൾ 39 വരും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കേണ്ടതായിട്ട് വരും. എത്ര ആയിരിക്കും വരിക? ഒന്ന് ചെയ്ത് നോക്കേ. എത്ര ആയിരിക്കും മക്കളെ വരുന്നത്? 16 ഗുണം 9 ഗുണം എത്ര വരുന്നത്? 39. ആൻസർ എന്ന് പറയുന്നത് 5616 എന്ന് വരും കേട്ടോ. ചെയ്ത് നോക്കിയാൽ മതി. 5616 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ആൻസർ എത്ര വരുന്നത്? ഓപ്ഷൻ എ എന്ന് വരും. ഓക്കെ ആണോടാ? 5616. നമുക്കിത് ചെയ്യാനായിട്ട് പലതാകുന്ന വഴികളുണ്ട്. വേണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഇവന്മാർ 2 പേരും കട്ടാവും, ഈ 2 പേരും വരില്ല. വേണമെങ്കിൽ ഇനി നമുക്ക് ഡിജിറ്റ് സമ്മ് മെത്തേഡ് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഡിജിറ്റ് സമ്മ് പ്രകാരം ഇതിനെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഡിജിറ്റ് സമ്മ് പ്രകാരം ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ 16 ഗുണം 9 ഗുണം
ഇവിടെ എത്ര ഉള്ള 13 ഗുണം 3 39 ആണ്. ഇനി ഇതാ ഇവിടെ നോക്കേ 16 6 1 7 വരും ഡിജിറ്റ് സമ്മ്. ഇവിടെ എത്ര 9 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്ര വരും മക്കളെ? 0 ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് മൊത്തത്തിൽ ഇവൻ ഒരാൾ 0. ഇനിയിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടണ്ട. നമ്മുടെ ഫുൾ ഡിജിറ്റ് സമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് വരണം എന്നാണ് വരിക. ഡിജിറ്റ് സമ്മ് 0 വരിക എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ ഒരാളേ ഉള്ളൂ. 6 2 8 1 9. ഇവിടെ ബാലൻസ് ഡിജിറ്റ് സം 5. ഇവന് മാത്രം 6 12 1 13 5 18. ഡിജിറ്റ് സം 0. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഡിജിറ്റ് സം അപ്ലൈ ചെയ്താലും മതി. കണ്ടോ, ഞാൻ ആ പറഞ്ഞ കോൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് തലയിലേക്ക് ഒന്ന് പതിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഡിജിറ്റ് സമ്മ് പ്രകാരം നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് എത്രയെന്ന് കൊണ്ടുവരാൻ പറ്റും? 0. മനസ്സിലാവാത്തവരില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകുന്നു. അടുത്തത് നമ്മളെല്ലാ ചോദ്യവും ഡിസ്കസ് ചെയ്തോടാ. നമ്മളെല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തല്ലേ? നമ്മളെല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തല്ലേ? എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. 12 ചോദ്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 12 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ 12 ചോദ്യങ്ങൾക്കും അത്ര കണ്ട് പ്രാധാന്യമുള്ളതാകുന്ന എന്താണ് കോൺസെപ്റ്റുകളാണ് ഉള്ളത്. എല്ലാം മനസ്സിലാക്കണം. ഒന്നുമില്ല, മനസ്സിലാകാതിരിക്കാൻ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ആ എഴുതി വെച്ചിട്ടുള്ള ഈ പറയുന്ന ക്യാൻസലേഷൻസ് ഒക്കെ ഓർത്തു വെക്കുക. നിങ്ങൾ അവിടെ വെട്ടാൻ ഉപയോഗിച്ച ആളുകൾ ആരാണോ അതിനെ മൊത്തമായിട്ട് എഴുതി, കയ്യിൽ വെട്ടി അവശേഷിക്കുന്നത് ആരാണോ അതിനെ കൂടെ ചേർത്ത് എഴുതുമ്പോഴാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അത് 5 616. ഈ ഒരു ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വരണം. ഇങ്ങനെ വെട്ടി ചെറുതാക്കാമോ? ആ കയ്യിൽ അവശേഷിക്കുന്നത് ആരാ? 2 ഉണ്ട്, 13 ഉണ്ട്, 3 ഉണ്ട്. നിങ്ങൾ നേരത്തെ എഴുതി വന്ന മൊത്തം ആളുകളുണ്ടല്ലോ, അവനെയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നിങ്ങൾ വെട്ടി ചെറുതാക്കാൻ ഉപയോഗിച്ച ആളുകൾ ഓരോന്ന് ആരാണെന്ന് കൃത്യമായിട്ട് എടുത്ത് എഴുതി പോയാൽ മതി. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എടുക്കുമ്പോൾ 5 616. ഈ കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കണേ, കയ്യിൽ നിന്ന് പോകരുത്. വളരെ നിസ്സാരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന LCM HCF. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹായ്, ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഏറ്റവും ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചാകുന്ന ഡിലേ വരുന്നുണ്ട്, എനിക്കറിയാം. എന്നിരുന്നാലും നമ്മുടെ ടെലഗ്രാം വഴി ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും അതിൻ്റെ ഭാഗമാകണം. കാര്യമായിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് നമുക്ക് കൃത്യമായ ചോദ്യങ്ങളൊക്കെ ടോപ്പിക് വൈസ് ഒക്കെ പഠിച്ച് തന്നെ മുന്നേറാം. വരാനിരിക്കുന്ന ഒരുപിടി പരീക്ഷകൾ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഭദ്രമായിട്ട് ഇങ്ങ് ഒതുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി LCM HCF എന്ന് പറയുന്ന ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ അവിടെ ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ബേസിക് ആകുന്ന വശം പഠിച്ചു, കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് പഠിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു ചോദ്യങ്ങൾ അധികമായിട്ട് തരാൻ പോകും. ഒരു 9 ചോദ്യങ്ങളുണ്ട് ഇന്ന് തരാനായിട്ട്. നല്ല നല്ല ചോദ്യങ്ങളാണ്. ഇത് അടുത്തൊരു ടൈപ്പായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ കേട്ടോ. ശരി, നമുക്കെന്നാൽ ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കിയടാ. സമ്മ് കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 400 ആൻഡ് 500. 400നും 500നും ഇടയിലുള്ളതാകുന്ന ഏതോ കുറച്ച് സംഖ്യകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സംഖ്യകളുടെ പ്രത്യേകത എന്തായിരിക്കണം? 8ഉം 12ഉം 16ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന റിമൈൻഡർ വരണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ശരി, ഈ ചോദ്യത്തിന് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. എടാ, ഇതിനകത്ത് സമ്മ് കണ്ടുപിടിക്കൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ശരിയല്ലേ? 400നും 500നും ഇടയിലുള്ള ആളുകളുടെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്? 8 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 5 റിമൈൻഡർ വരേണ്ടത് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് LCM. ആരുടെ LCM? 8ൻ്റെയും 12ൻ്റെയും അതുപോലെ 16ൻ്റെയും ആകുന്ന LCM. മക്കളെ, കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കാര്യം പിടികിട്ടും. കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ 16. 16ൽ അടങ്ങുമോ 12 8? ഇല്ല. 16ന്റെ മൾട്ടിപ്പിൾ ആകുന്ന 32ൽ അടങ്ങുമോ ഇവർ രണ്ടുപേരും? ഇല്ല. അതിന്റെ 3 ഇരട്ടിയാകുമ്പോൾ എത്ര വരും? 48 വരും. 48 എന്ന് പറയുന്നത് 12ന്റെ പട്ടികയിലും 8ന്റെ പട്ടികയിലും 16ന്റെ പട്ടികയിലും ഉള്ള ആളായതുകൊണ്ട് LCM 48. സിമ്പിളി ഇങ്ങനെ ചിന്തിക്കാം. ഇനി ഈ പറയുന്ന 400 ആകുന്ന സംഖ്യയ്ക്കും 500 ആകുന്ന സംഖ്യയ്ക്കും ഇടയിലുള്ളതാകുന്ന സംഖ്യകളുടെ സമ്മ് വേണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഈ 48 എന്ന് പറയുന്ന ആളിന് ഈ 400 500ന് ഇടയിൽ കാര്യമുണ്ട്. എങ്ങനെ അതിൻ്റെ ഗുണിതം എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്കറിയാം. 480 എന്ന് പറയുന്ന ആള് 400നും 500നും ഇടയിലാണ്. 48ന്റെ 10ാമത്തെ ഗുണിതമാണ് അതെന്നറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 48 കുറച്ചാൽ തൊട്ട് മുമ്പത്തെ ഗുണിതം കിട്ടും. അതെത്ര വരും? 432. തൊട്ട്
അടുത്തു വരുന്ന 480 കഴിഞ്ഞു വരുന്ന ഗുണിതം എന്ന് പറയുമ്പോൾ അത് ഏകദേശം 500-ന് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവനെ നമുക്ക് പരിഗണിക്കേണ്ട, മറിച്ച് രണ്ടേ രണ്ട് സംഖ്യകൾ പരിഗണിക്കേണ്ടതായി വരും 400-നും 500-നും ഇടയിൽ. അത് ആരൊക്കെയാ? 432 480. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് റിമൈൻഡർ 0 ആകുന്ന കണ്ടീഷനെ കുറിച്ചാണോ? അല്ല, അവർ പറയുന്നത് റിമൈൻഡർ എന്താകുന്ന കണ്ടീഷനാ? 5 ആകുന്ന കണ്ടീഷനാ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നതിൽ LCM എന്ന് പറയുന്നത് 48. 48ന്റെ ഗുണിതമാകുന്ന രണ്ട് പേരെ കണ്ടുപിടിച്ചു. അതായത് റിമൈൻഡർ 0 ആകുന്ന കണ്ടീഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ശരിക്കും വേണ്ടത്, ചോദ്യം പറയുന്നത് 5 ആകുന്ന റിമൈൻഡർ ആകണമെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ 432ന്റെ കൂടെയും ഒരു 5 കൂട്ടണം. അതുപോലെ 480ന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 5 കൂട്ടേണ്ടി വരും. ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന ഉത്തരം എത്ര? 400-ഉം 400-ഉം 800 ഇനി പറഞ്ഞേ, 30-ഉം 80-ഉം കൂടെ ആയപ്പോൾ 110, 5-ഉം 5-ഉം കൂടെ ആയപ്പോൾ 10, 120 ശരിയാണോ? 120 ഇനി അവിടെ 432ന്റെ ഒരു 2ഉം കൂടെ കൂട്ടിയാൽ മതി. മൊത്തം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ആൻസർ 922 എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. വളരെ സാവധാനത്തിലാണ് പറഞ്ഞത് കേട്ടോ. എന്താ ചെയ്യാൻ പറഞ്ഞത്? ഒന്നുമില്ല, എല്ലാം കൂടെ കൂട്ടാനാ. 432 പ്ലസ് 480 പ്ലസ് എത്ര? 5 പ്ലസ് 5 ദാറ്റ് ഈസ് 10. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 922 എന്ന് പറഞ്ഞു. ഡൗട്ടുകളില്ലേ? അപ്പൊ കൃത്യമായിട്ട് കാര്യം പിടികിട്ടിയേ. നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കേടാ. ഇതിനകത്തും ലീസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്ന പറഞ്ഞേക്കുന്നത്. ഈ ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഒരുപാട് നമ്പറുകൾ ഉണ്ടാകാം ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. അതിലെ ഏറ്റവും ചെറുതാകുന്ന സംഖ്യയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 9, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതുപോലെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ എത്രയാ വരണ്ടേ? 3 വരണ്ടേ. ഈ കേസിനകത്ത് ഒരു എളുപ്പ വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, 9ന്റെ ഡിവിസിബിലിറ്റിയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, ചോദ്യം പറയുന്നുണ്ട്. എന്നായതുകൊണ്ട് തന്നെ നമുക്കറിയാം 9 ആകുന്ന ഒരു സംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും എന്ന് കണ്ടുപിടിക്കാനാകുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് കട്ട് 9. 9 കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ കട്ട് ചെയ്യുക, റിമൈനിങ് ആകുന്ന ആളുകളെ എടുക്കുക. എന്താണ് റിമൈൻഡർ വരുന്നതെന്ന് അവൻ പറഞ്ഞു തരും. മനസ്സിലാകാത്തവർ ഇത് ഇങ്ങോട്ട് നോക്കുക. നമ്മുടെ ഓപ്ഷനിനകത്ത് ഇങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. ശരിയല്ലേ? ഇതിൽ 9 കൂട്ടുമ്പോൾ 9 വരുന്നവനെ വെട്ട്, അവശേഷിക്കുന്നത് എത്ര? 5. അങ്ങനെയാണെങ്കിൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 5. 6ഉം 3 കൂട്ടുമ്പോൾ 9. റിമൈൻഡർ എത്രയായിരിക്കും? അവശേഷിക്കുന്നത് 1 അതുകൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. 6ഉം 3ഉം വെട്ടി, റിമൈൻഡർ എത്ര വരുമായിരിക്കും? 3 വരും. 6ഉം 3ഉം വെട്ടി, അവശേഷിക്കുന്നത് 7 അതായത് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 9 എത്ര ആയിരിക്കും? 7. ഈ കൂട്ടത്തിൽ അവർ പറയുന്നത് റിമൈൻഡർ 3 വരുന്ന ആളിനെ കുറിച്ചല്ലേ? അത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, 363. ഈ ചോദ്യത്തിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഓപ്ഷൻസിനകത്ത് 3 റിമൈൻഡർ തരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ ഡയറക്റ്റ് മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതെന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആ മെത്തേഡൂടെ പറഞ്ഞുതരാം. ആദ്യം LCM കണ്ടുപിടിക്കണം. ആരുടെ? 8 ഉണ്ട്, അതുപോലെ 10 ഉണ്ട്, അതുപോലെ 12 ഉണ്ട്. ഇവന്മാരുടെ LCM എത്ര ആയിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയടാ. 10 എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് വരുന്നുണ്ട്. 12ന്റെ ശേഷം വരുന്ന ഗുണിതമാകുന്നത് 60 0 വരുന്നത് വരിക. ശരിയല്ലേ? അതിനകത്തും ഇതിനകത്ത് ആൻസർ എത്തിക്കാൻ പറ്റത്തില്ല, കാര്യം 8ന്റെ ഗുണിതത്തിൽ 60 ഇല്ല. ഇനി അത് കഴിഞ്ഞ് 12ന്റെ ഗുണിതം 0 വരുന്നത് 120 120 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10 അതിനകത്ത് വരും. അതുപോലെ തന്നെ 24, 8ന്റെ ഗുണിതം 24, 24 ഗുണം 5 120. അതായത് 8ഉം 10ഉം 12ഉം അടങ്ങുന്നതാകുന്ന LCM എന്ന് പറയുന്നത് ആരായിരിക്കും ഇവിടെ വരിക? 120 ആയിരിക്കും. കണ്ടോ? അപ്പൊ LCM എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിനകത്തോട്ട് നോക്കണം. ഏറെക്കുറെ ഒരു 300 360 റേഞ്ചിലാണ്. അതായത് 120ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് ആള്. സോ മൂന്നാമത്തെ ഗുണിതം എന്ന് പറയുമ്പോൾ 12 ഗുണം 3 360. റിമൈൻഡർ 3 ആകണം വരേണ്ടതെങ്കിൽ ഈ പറയുന്ന ആള് എന്ന് പറയുന്നത് 360 എന്ന് പറയുന്ന ആളിന്റെ പ്രത്യേകത എന്താ? നമ്മൾ 8ഉം 10ഉം 12ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ലേ വരുന്നത്? നമുക്ക് വേണ്ടത് 3 റിമൈൻഡർ വരണം. അതിന് നമ്മൾ ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യണം? ഒന്നുകിൽ 360ന്റെ കൂടെ 3 കൂട്ടണം. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ആകുന്ന ഒരു വാല്യൂ കുറയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ കുറയ്ക്കുന്ന സംഗതിയെക്കുറിച്ച് നമ്മളോട് പറയുന്നില്ല, കൂട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എത്ര കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ മതി. സോ ദി ആൻസർ ഇസ് 363. കണ്ടോ? നിസ്സാരമായിട്ട് കിട്ടി. ഒന്നുകിൽ നമുക്ക് 9 അതിനകത്തുണ്ട്, അതുകൊണ്ട് ഒരു എളുപ്പമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ അത് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ആക്ച്വൽ മെത്തേഡ് എന്ന് പറയും ഇതാണ്. ഓക്കെ ആണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ലോജിക്ക് അതിനകത്തോട്ട് എങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടും കേട്ടോ. അടുത്തതാകുന്ന ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
നോക്കേടാ, ഇവിടെയും അവർ പറയുന്നത് സ്മോളസ്റ്റ് ആകുന്ന ആളിനെ കണ്ടുപിടിക്കണം. ആ ആള് എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 14 ആയിരിക്കണം. ഇനി കണ്ടീഷൻ എന്താ? 6 കൊണ്ടും 8 കൊണ്ടും 12 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 6, 10 എന്നിങ്ങനെയാകുന്ന റിമൈൻഡറുകളെ കിട്ടണം. ഇങ്ങനത്തെ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 4 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അതുപോലെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 6 ആണ് റിമൈൻഡർ വരുന്നത്. ഞാൻ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 12 ആണെങ്കിൽ എനിക്ക് റിമൈൻഡർ വരുന്നത് എത്ര ആയിരിക്കും? 10 ആയിരിക്കും. ഇവരെ എല്ലാവരും തങ്ങളിൽ അതാതിൻ്റെ റിമൈൻഡറും അതാതിൻ്റെ ഡിവൈസറും വെച്ച് അങ്ങ് കുറച്ചു. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും, 2. കണ്ടോ? എന്തായിരിക്കും വരിക? 2. 6ൽ നിന്ന് 4 പോയാലും 8ൽ നിന്ന് 6 പോയാലും 12ൽ നിന്ന് 10 പോയാലും എല്ലാം തന്നെ നിങ്ങൾക്ക് ആൻസർ വരുന്നത് 2 എന്ന് തന്നെയാണ്. പിടികിട്ടിയല്ലോ? വഴി എന്താണെന്ന് പിടികിട്ടിയല്ലോ? കിട്ടി. അപ്പൊ 2 എന്ന് വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് LCM ആകുന്ന ആളില്ലേ, ആരുടെ? 6, 8, 12 എന്ന് പറയുന്ന 3 സംഖ്യകൾക്കൊരു LCM ഇല്ലേ? ആ LCM ആകുന്ന സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ മതി നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് LCM എന്താണ് എന്ന് കണ്ടുപിടിക്കുക. ആ മൾട്ടിപ്പിൾ ഓഫ് LCMൽ നിന്ന് 2 കുറച്ചാലും മതി. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ സ്മോളസ്റ്റ് നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള നമ്പർ ഒരിക്കലും ഈ LCMൽ നിന്ന് 2 കുറയ്ക്കുന്നതാകാൻ വഴിയില്ല. എന്നാണെങ്കിൽ പിന്നെന്ത് വഴിയാ ഉള്ളത്? ഒന്നുകിൽ LCMൽ നിന്ന് 2 കുറയ്ക്കുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് LCMൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാകുന്ന ആൻസർ ആയിരിക്കും ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു ഐഡിയ ആദ്യമേ ഉണ്ടാക്കുക. ഓക്കെ ആണോ? അപ്പോൾ 6ൽ നിന്ന് 4 പോകാം, 8ൽ നിന്ന് 6 പോകാം, 12ൽ നിന്ന് 10 പോകാം. എങ്ങനെയൊക്കെ പോയാലും കിട്ടുന്നത് ഒരേ ആൻസർ 2. ഇനി എന്താ ചെയ്യേണ്ടത്? LCM കണ്ടുപിടിക്കണം, അതിൽ നിന്ന് 2 കുറയ്ക്കണം. അല്ല, അങ്ങനെ ചെയ്തിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിലോ മൾട്ടിപ്പിൾ ഓഫ് LCMൽ നിന്ന് 2 കുറയ്ക്കണം, എന്നിട്ട് കിട്ടുന്ന ആൻസർ ഏതാണെന്ന് നോക്കണം. അതിൽ ഈ 14ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവൻ ആരാണോ അവനെ വേണം പിക്ക് ചെയ്യാൻ. മനസ്സിലാകാത്തവരിന്ന് നോക്കുക. എടാ, 6 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്. LCM എത്ര ആയിരിക്കും വരുന്നത്? 12ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 20. 12നകത്ത് 8ഉം 6ഉം അടങ്ങൂല. 12ന്റെ ഇരട്ടി എത്രയാ? 24. അപ്പൊ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവന്റെ LCM എന്ന് പറയുന്നത് 24. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 24ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 22 എന്ന് പറയുന്ന ആളിൽ 14 ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 14 ഡിവിസിബിൾ ആകൂ? ഇല്ല, 14 ഡിവിസിബിൾ ആകില്ല. 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? അതാ ഈ ഒരു ഐഡിയ വർക്ക് ചെയ്യണം. 24 എന്ന് പറയുന്ന ആളിനെ ഞാൻ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 14 എനിക്ക് എന്ത് റിമൈൻഡർ കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. 10 ആണ് റിമൈൻഡർ വരുന്നത്. ശരിയാണ്. എത്ര റിമൈൻഡർ വരുന്നത്? 10. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, 24 മൈനസ് 2 എന്ന് പറയുന്നത് 22 ആണ്. 22നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ കിട്ടുക എത്രയായിരിക്കും? 10ൽ നിന്ന് 2 പോകുമ്പോൾ വരുന്ന 8 ആയിരിക്കും. കണ്ടോ? എന്താ ഞാൻ പറഞ്ഞേ? ഈ 24നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എത്രയാണ് റിമൈൻഡർ? റിമൈൻഡർ 10 ആണ്. ആ 10 ആകുന്നതിൽ നിന്ന് 2 കുറച്ചപ്പോൾ വന്ന ആള് 22ന്റെ റിമൈൻഡർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 8 എന്ന് വരും. കണ്ടോ? ഇനി ഇത് എന്തിനാ ചെയ്തതെന്ന് മനസ്സിലാക്കി തരാം. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഞാനിത് എന്തിന് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി തരാം. ഓക്കെ ആണ്? എടാ, LCM എന്ന് പറയുന്നത് നമുക്ക് അവിടെ എത്രയെന്നാ വന്നേ? 24 എന്നാ വന്നേ. ശരിയല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യണം? സിംപ്ലി ഇതിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് റിമൈൻഡർ വരുന്നതെന്ന് മനസ്സിലാക്കണം. അത് എത്രയാ വന്നേ? 10. ഇനി അങ്ങനെയാണെങ്കിൽ 24ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് എന്ന് ചോദിച്ചാൽ 22 ആണല്ലോ 24ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ വരിക. 22 എന്ന് പറയുമ്പോൾ എനിക്ക് 8 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഞാൻ ഈ കണ്ടുപിടിച്ചതിൽ നിന്ന് ഈ 24നെ ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് 10. 10ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ഇതേ 8നകത്തേക്ക് എനിക്ക് എത്താൻ പറ്റും. ഐഡിയ കിട്ടിയോ? ഇനി നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ഓഫ് LCM ആകുന്നതിൽ നിന്ന് 2 വേണം കുറയ്ക്കാൻ. അപ്പൊ എങ്ങനെ വരുമായിരിക്കും? ഇതിപ്പോ 8 എന്ന് പറയുന്നത് 14ന്റെ ഡിവിസിബിലിറ്റിയിൽ ഇല്ല. അതുകൊണ്ട് ഇതല്ല ഇതിന്റെ ആൻസർ. 24ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഗുണം 2. ഇനി മൾട്ടിപ്പിൾ എടുക്കണം. അതായത് മൾട്ടിപ്പിൾ ഓഫ് LCM എന്ന് പറഞ്ഞാൽ 24ന്റെ ഇരട്ടി. 24 ഗുണം 2, അതിൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ എന്തായിരിക്കും റിമൈൻഡർ വരുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് നോക്കേ. ഇവിടെ 24 എന്ന് പറയുന്ന ആളിന്റെ റിമൈൻഡർ 10. 24ന്റെ ഇരട്ടിയാകുമ്പോൾ ഇവിടെ ഒരു ഗുണം 2 കൊടുത്താൽ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ റിമൈൻഡർ എത്ര വരും? 10 ഗുണം 2 20. 20ൽ നിന്ന് 2 പോയാൽ എത്ര വരുമായിരിക്കും? 18 വരും. 14ന്റെ ബാലൻസ് 18 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 4. കണ്ടോ? റിമൈൻഡർ എത്ര വരും? 4. കണ്ടു. അതായത് 10 ഗുണം 2 ആണ് 20. 20ൽ നിന്ന് ഈ 2 കുറച്ചാൽ എനിക്ക് കിട്ടുന്നത് 18. 14ന്റെ ബാലൻസ് 18നകത്ത് എത്ര ഉണ്ട്? അല്ലെങ്കിൽ 14ന്റെ എന്ത് ചെയ്യുക?
ഈ 18നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്ര ആയിരിക്കും വരുന്നത്? 4. അത് 48നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ഈ പറയുന്ന ഏതിൽ നിന്ന് 18ൽ നിന്ന് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും ഒക്കെ ഒന്നാണെന്ന് അതിന്റെ അർത്ഥം. ഇനി എളുപ്പം കണ്ടുപിടിക്കാനുള്ള വഴിയല്ലേ, ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ അല്ലേ, ഇവിടെ ഇപ്പം 4 എന്ന് പറയുന്ന ഡിവിസിബിൾ ബൈ 14 അല്ലല്ലോ, അതുകൊണ്ട് ഇതല്ല ആൻസർ. 3 ഗുണം 24 എടുക്കുക, -2 ചെയ്യുക. അപ്പൊ ആൻസർ എന്താണ്? റിമൈൻഡർ എന്താണ് വരുന്നത് നോക്കേ, എളുപ്പമാണ്. എന്താ 3 ഗുണം 24 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഗുണം 2ന് പകരം ഇവിടെ ഗുണം 3 മാറും. 3ന്റെ ഗുണിതമല്ലേ, മൾട്ടിപ്പിൾ 3 ടൈംസ് ആവും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? 3 ടൈംസ് ദ റിമൈൻഡർ ആവും. അപ്പൊ എത്ര വരും? 30. 30ൽ നിന്ന് എത്ര കുറയ്ക്കുക? 2 കുറയ്ക്കാം. 30ൽ നിന്ന് 2 പോയാൽ എത്ര മക്കളെ വരുന്നത്? 28 അല്ലേ? 28 എന്ന് പറയുന്നത് 14ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 28 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആകുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്ന ആൾ എന്തായി മാറും? 0 ആയി മാറും. അതായത് നമുക്ക് വേണ്ടത് തേർഡ് മൾട്ടിപ്പിൾ. അതിനർത്ഥം എന്താ? 24 ഗുണം 3ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് നമ്മുടെ ചോദ്യത്തിന് ആൻസർ. 24 ഗുണം 3 -2 എത്ര വരുമായിരിക്കും? 72ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 70. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് ആൻസറിനകത്തേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എങ്ങനെ എത്താം എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്തായാലും ഇതിന്റെ ആൻസർ 40 ആകില്ല എന്ന് ഉറപ്പാണ്. കാര്യം 14ന്റെ മൾട്ടിപ്പിളിനകത്ത് 40 ഇല്ല. 336 എന്ന് പറയുന്ന ആളിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ, എത്ര വരുമായിരിക്കും? 2 തവണ അടങ്ങും. അപ്പൊ 28. ബാലൻസ് എത്ര ഉണ്ട്? 28ഉം 5ഉം 33, 56 എന്ന് വരും. 14, 3, 42, 56. അതാ ഈ പറയുന്ന 3 പേരും എന്താണ്? ഡിവിസിബിൾ ആണ്. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യണം? തനിയായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഇവന്മാരെ തനിത്തനിയായിട്ട് എടുത്ത് ഇട്ട് നോക്കുമ്പോൾ 6, 8, 12 എന്നിങ്ങനെയുള്ള ആളിൻ്റെ അതിനകത്ത് ആരാണ് റിമൈൻഡർ വരുന്നത്? മക്കളെ, അത് ഡയറക്റ്റ് മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് വലിയ എളുപ്പമാകാനുള്ള സാധ്യതകളായിട്ട് അങ്ങനെ ആരും നിലകൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കാനുള്ള വഴികൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടെ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു തരട്ടെ. എങ്ങനെയാ നമ്മൾ ചെയ്തേ? ആദ്യം എളുപ്പമാണ്, ഒന്നുമില്ല. ആദ്യം LCM കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണോ? LCM എന്ന് പറയുന്നത് 6, 8, 12 എന്ന് പറയുന്ന ആളിന്റെ LCM എന്ന് പറയുന്നത് 24 മനസ്സിലാക്കി. ഇനി ഇവിടെ 6ൽ നിന്ന് 4 പോകുമ്പോഴും 8ൽ നിന്ന് 6 പോകുമ്പോഴും 12ൽ നിന്ന് 10 പോകുമ്പോഴും ഉള്ള റിമൈൻഡർ എന്ന് പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അവിടെ ഞാൻ എന്ത് ചെയ്യണം? ഈ 24 ആകുന്ന ആള് LCM അല്ലേ, അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 14 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അവിടുത്തെ റിമൈൻഡർ എത്രയാണെന്ന് അറിയാൻ 24നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10, 10ൽ നിന്ന് 2 പോയാൽ 8 ആണ് റിമൈൻഡർ വരുന്നത്. അല്ല, ഡിവിസിബിൾ അല്ല. തൊട്ടടുത്ത കണ്ടീഷൻ നോക്കി, 48നകത്ത് നിന്ന് 2 കുറയ്ക്കണം. 48 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? റിമൈൻഡർ 2 മടങ്ങാകും. അപ്പൊ 20ൽ നിന്ന് 2 പോകുമ്പോൾ എത്ര വരണം? 18. 14 കഴിച്ച് ബാലൻസ് എന്ന് പറയുന്നത് 4 ആണ് അവിടുത്തെ റിമൈൻഡർ വരുന്നത്. ഇതും അല്ല. ഇനി മൂന്നാമത്തെ മൾട്ടിപ്പിൾ, എനിക്ക് 24 ഗുണം 3 അറിഞ്ഞൂടാ. പേടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ 10 ആണല്ലോ, 10ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 30ൽ നിന്ന് 2 പോയാൽ മതി. അത് 28 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരും എന്ന് തിരിച്ചറിയാമെങ്കിൽ തേർഡ് മൾട്ടിപ്പിൾ ആണെന്ന് അറിയാം. 3 ഗുണം 24ൽ നിന്ന് 2 പോയാൽ മതി. എൻ്റെ ആൻസർ എത്ര വരും? 70. സോ സിംപ്ലി എനിക്ക് ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം മകളെ, ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഓൺ ബീങ് ഡിവൈഡഡ് ബൈ 2, 3, 4, 5, 6 ഗീവ്സ് എ റിമൈൻഡർ ഓഫ് 1 ബട്ട് നോ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 7. ഓക്കെ ആണോ? ഈ ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് ആൻസറിനകത്തേക്ക് എത്താൻ എന്തെങ്കിലും ആകുന്ന വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എടാ, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 1 എന്ന റിമൈൻഡർ അവിടെ വരണം. അതിനർത്ഥം എൻ്റെ കയ്യിലിരിക്കുന്ന സംഖ്യ ഒരു ഓഡ് നമ്പർ ആകണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഓഡ് നമ്പർ ആകണം. ശരിയല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഓഡ് നമ്പർ ആകണം. അതായത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഈവൻ നമ്പർ ആകാൻ സാധ്യതയില്ല. 2 ക്യാൻസൽസ്, 2 പേര് ക്യാൻസൽസ്. ഓക്കെ ആണോ? ഇനി ഒന്നുകിൽ 301 അല്ലെങ്കിൽ 315. ഇനി ഞാൻ നോക്കണം 3ന്റെ ഡിവിസിബിലിറ്റിയുടെ കാര്യം നോക്കണം. റിമൈൻഡർ 1 വരണമെങ്കിൽ നിലവിൽ ഒന്ന് ആലോചിക്കണം. 300 ഓക്കെയാ, 300 എന്ന് പറയുന്നത് ഓക്കെയാ. 300ന്റെ കൂടെ ഒരു 1 റിമൈൻഡർ 1 വരും. ശരി, ഈ കണ്ടീഷൻ വരുന്നുണ്ട്. ഇനി ഇതാ ഈ ഡി കണ്ടീഷൻ നോക്കിയാൽ 5ഉം 3ഉം 8, 1, 9. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എത്രയിലേക്കാണ് എത്തുന്നത്? 9ലേക്കാണ്. സം ഓഫ് ഡിജിറ്റ്സ് 9 ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നമ്പർ ഡിവിസിബിൾ ബൈ 3 എന്ന. നമുക്ക് വേണ്ടത് ഡിവിസിബിൾ ബൈ 3 ആണോ? അല്ല, റിമൈൻഡർ 1 വരുന്ന ആളെന്ന. അതുകൊണ്ട് ഇവനും മാറി. ആൻസർ ഇസ് 301. ഓക്കെ ആണോ? ആൻസർ എത്ര വരും? 301. അല്ല, നോർമലി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ദാണ്ടെ 2 എഴുതി, 3 എഴുതി. ഇതിന്റെ ആക്ച്വൽ മെത്തേഡാണ് കേട്ടോ. 4 എഴുതി, 5 എഴുതി, 6 എഴുതി. ഇവന്മാരുടെ LCM കണ്ടുപിടിക്കണം.
നമുക്കിവിടെ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? സ്ലാഷ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ സ്ലാഷ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതാ LCM കണ്ടുപിടിക്കാനുള്ള സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഏറ്റവും കൂടുതലാകുന്ന ആളുകളെയും വെട്ടിച്ചെറുതാക്കാൻ, എല്ലാവരെയും ഒന്നും ഒരേ നമ്പർ കൊണ്ട് വെട്ടാൻ പറ്റൂല. പറ്റുന്ന ആളുകളെ എടുക്കുക, 2 എടുക്കാം. 2 ഗുണമെന്ന് എഴുതുക. 2 കൊണ്ട് വെട്ടാൻ പറ്റുന്നവരെ വെട്ട്. ദാ ഇവനെ വെട്ടാം. ഇവിടെ വെട്ടിയാൽ എത്ര വരും? 2 വരും. ദാ ഇവിടെ വെട്ടാം. ഇത് എത്ര വരും? 3 വരും. അവശേഷിക്കുന്നതിൽ 3 കൊണ്ട് വെട്ടാൻ പറ്റുന്ന 2 പേരുണ്ടായതുകൊണ്ട് ദാ ഇവരെ 2 പേരെയും വെട്ടി. ഇനി അവശേഷിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 2ഉം 5ഉം മാത്രമാണ്. 5 ഗുണം 2 എത്ര വരും മക്കളെ? 10. ഓക്കെ ആണോ? 10 ഗുണം 3 എത്ര? 30. 30 ഗുണം 2 എത്ര? 60. സോ LCM എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? 60. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? ഇവിടെ റിമൈൻഡർ 1 വരണം എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി എന്തായാലും ഇവിടെ 60നോട് അടുത്ത് നിൽക്കുന്ന ആളെന്ന് അവിടെ പറയുന്നില്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാകണം എന്ന് ഒരേ ഒരു നിബന്ധന മാത്രമേ അവർ പറയുന്നുള്ളൂ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാകണം. ശരിയാണല്ലോ? ഇനി 60 ആകുന്ന ആളിന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ എനിക്ക് മിനിമം 60 ഗുണം 5 300ൽ എത്തിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 60 ഗുണം 6 അതെത്ര വരും? 360ലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് 1 വരണമെങ്കിൽ 361 വരേണ്ടത്. ഇവിടെ അതില്ല. പിന്നുള്ള പോസിബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ. സോ ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഇതിന്റെ ആൻസർ എത്ര വരും? 301. റിമൈൻഡർ 1 വരണമെങ്കിൽ LCM എന്ന് പറയുന്നത് 300 ആണെങ്കിൽ റിമൈൻഡർ 0. റിമൈൻഡർ 1 വരണമെങ്കിൽ എന്നോട് 1 കൂട്ടണം. കണ്ടോ? അപ്പോഴും 301. കണ്ടോ? ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. മക്കളെ ഈ ഒരു ചോദ്യം നോക്കേടാ. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 12, 16 ലീവ്സ് എ റിമൈൻഡർ 3 ഇൻ ഈച്ച് കേസ് ബട്ട് ലീവ്സ് നോ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 7. മക്കളെ ഈ ചോദ്യം ചെയ്യാനും കുറച്ചധികമാകുന്ന വഴിയുണ്ട്. നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏറ്റവും ആദ്യം LCM എഴുതുന്നു. LCM എന്ന് പറയുന്നത് എത്രയാ വരിക? 8, 12, 16 കാണുമ്പോൾ തന്നെ അറിയാം 48 ശരിയല്ലേ? ഇവരുടെ 3 പേരുടെ LCM എന്ന് പറയുന്നത് 48. ഇനി അവർ പറയുന്നത് എന്താ? ഈ 48 ആകുന്ന LCM എന്ന് പറയുമ്പോൾ എന്താണ്? 7 കൊണ്ട് ഇവിടെ റിമൈൻഡർ 3 ആയോടാ? ഇല്ല. റിമൈൻഡർ 3 ആകണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 3ഉം കൂടെ കൂട്ടണം. 51 വരിക. ഇപ്പോ 48 LCM എങ്കിൽ നമുക്ക് 3 റിമൈൻഡർ വരണമെങ്കിൽ നമ്പർ എന്തായിരിക്കണം? അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ കിട്ടുന്ന 51. ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ? അല്ല. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നു എന്താ അവരുദ്ദേശിക്കുന്നത്. ഒന്നുകിൽ LCM ആകുന്ന ആളിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഡിവിസിബിൾ ബൈ 7 ആകണം. അല്ലെങ്കിലോ മൾട്ടിപ്പിൾ ഓഫ് LCM ആകുന്ന ആളില്ലേ? മൾട്ടിപ്പിൾ ഓഫ് LCM ആകുന്ന ആളിലെ അതിന്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഡിവിസിബിൾ ബൈ 7 ആകുന്ന ആളാകണം. ഓക്കെ ആണോ? അതിൽ ഏറ്റവും ആദ്യം വരുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 7 ആകുന്ന ആദ്യത്തെ നമ്പർ ആരാണോ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ 48ന്റെ കഥ നോക്കിയിട്ട് നടന്നില്ല. ഇനി നമുക്ക് എന്താ ഉള്ളത്? അവിടെ ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. 48 എന്ന് പറയുന്ന ആളിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എനിക്ക് എന്ത് വരും? 7, 6, 42. ശരിയാണോ? 42 കഴിച്ച് ബാലൻസ് എനിക്ക് എത്ര വരുന്നേ? ഇവിടെ 42 കഴിച്ചാൽ റിമൈൻഡർ 6 വരും. അതായത് 48 എടുക്കുന്നതെങ്കിൽ എൻ്റെ റിമൈൻഡർ എത്ര ആയിരിക്കും? 6 ആയിരിക്കും വരിക. ശരിയല്ലേ? 48 എടുക്കുന്നതെങ്കിൽ എൻ്റെ റിമൈൻഡർ എത്ര ആയിരിക്കും വരിക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എന്ന് പറയുന്നത് 6. ഇനി ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് ഒരു 3ഉം കൂടെ കൂട്ടണം. ഓക്കെ ആണോ? റിമൈൻഡർ എന്ന് പറയുന്നത് 6, 6, 3, 9 എന്ന് വരും. ഈ 9 ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കാം. അല്ല. ഒന്നുകിൽ ഈ 51 48ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കും. 51 ഡിവിസിബിൾ ബൈ 7 അല്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിമൈൻഡർ വെച്ച് നോക്കാം. 6, 3, 9 വരുന്നു. 9 എന്തല്ല? ഡിവിസിബിൾ ബൈ 7 അല്ല. ഇനി രണ്ടാമത്തെ കേസ് മൾട്ടിപ്പിൾ ഓഫ് LCMs. മൾട്ടിപ്പിൾ ഓഫ് LCM എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മൾട്ടിപ്പിൾ 48ന് 6 റിമൈൻഡർ. അപ്പോൾ രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 2 ഗുണം 6. അതിന്റെ കൂടെ എത്ര കൂട്ടണം? 3 കൂട്ടണം. ശരിയല്ലേ? ആ സമയത്ത് നമുക്ക് എന്ത് വരണം? റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? 6ന്റെ ഇരട്ടി 12ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് 15 എന്നാണ് വരിക. ശരിയല്ലേ? അവിടെ നമുക്ക് 7 കൊണ്ട് ഈ 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 7, 2, 14 കഴിച്ച് ബാലൻസ് 1 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഡിവിസിബിൾ ബൈ 7 ആകണമെന്ന്. അതിനർത്ഥം എന്താ? റിമൈൻഡർ 0 ആകുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കുന്ന. അതായത് സെക്കൻഡ് മൾട്ടിപ്പിളും ഡിവിസിബിൾ ബൈ 7 അല്ല. ഇനി തേർഡ് മൾട്ടിപ്പിൾ നോക്കണം. അപ്പൊ 3 ഗുണം 6, 6, 3, 18ന്റെ കൂടെ 3 കൂട്ടണം. അപ്പൊ എത്ര വരുന്നുണ്ട്? 21 വരുന്നുണ്ട്. 21 ഡിവിസിബിൾ ബൈ 7 ആയതുകൊണ്ട് റിമൈൻഡർ 0 ആണ്. അതായത് തേർഡ് മൾട്ടിപ്പിൾ ഓഫ് LCM ആണ് ഇവിടെ വർക്ക് ആകുന്നത്. അതുകൊണ്ട് തേർഡ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ വരിക? 3 ഗുണം 48ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഡിവിസിബിൾ ബൈ 7 ആകുന്നുണ്ട്. ഇത് എത്ര ആയിരിക്കും വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്നുകിൽ ഡിജിറ്റ് സമ്മ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയോ അങ്ങനെ. ഒന്ന് നോക്കേടാ. 48 ഗുണം 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 8, 3,
24 വരുന്നുണ്ട്. 4 12, 120ന്റെ കൂടെ 24 കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 144. അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരുന്നത്? 147. കണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സമയം എടുക്കുമെന്നൊരു തോന്നൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റ് സമ്മിൻ്റെ കൂടെ പോവാം. അപ്പോൾ എങ്ങനെ എടുക്കും? 8 4 12, 2 1 3 ഡിജിറ്റ് സമ്മ്. 3 ഗുണം 3 എന്ന് പറയുന്നത് 9. 9 ഡിജിറ്റ് സമ്മ്, 0 എടുക്കണം. പ്ലസ് ഇനി 3 ആകുമ്പോൾ ടോട്ടൽ സം വാല്യൂ എന്ന് പറയുന്നത് 3 എന്നാണ് വരുന്നത്. ഇത് മൊത്തവും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഡിജിറ്റ് സം എന്ന് പറയുന്നത് 3 വരും. 3 വരുന്ന ആൾ ഇവിടെ ആരുണ്ടെന്ന് നോക്കുക. 6 6 6 12 2 14, 4 1 5 വരുന്നത്. ഇവൻ ഇല്ല ഡിജിറ്റ് സമ്മ്. 9 വിട്ട് 4 1 5 ഡിജിറ്റ് സമ്മ് വരുന്നത്. ഇവൻ അല്ല ആൻസർ. 7 4 11 1 12, 2 1 3 ഇതാണ് ആൻസർ. 8 4 12 2 14, 4 1 5 ഡിജിറ്റ് സമ്മ് വരുന്നത്. ഇതും ഇല്ല. ആകെ ഡിജിറ്റ് സമ്മ് ഫോളോ ചെയ്യുന്ന ഇവനേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഈ ഒരു ചോദ്യം ചെയ്യാനുള്ള രീതി. ഞാനിത് എലാബറേറ്റീവായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഓരോ പോയിന്റുകളും നിങ്ങൾ ചിന്തിക്കുന്നതെന്തോ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റുകളെന്തോ അതിനെല്ലാം തിരുത്താനുള്ള വഴികളായിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത് കേട്ടോ. ഈ ചോദ്യം നോക്കേടാ. വാട്ട് ഈസ് ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 23? 23 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ആകുന്ന നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുക. കണ്ടീഷൻ എന്താ? 18 21 24 എന്നീ നമ്പറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്ന ആളായിരിക്കണം? റിമൈൻഡർ എന്ന് പറയുന്നത് 7 എന്ന് കിട്ടുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ 10 എന്ന് കിട്ടണം. 21 ആണെ 10, 13 ആകണം. 24 ആണെ 13. 18 ആണെങ്കിൽ എനിക്ക് 7 കിട്ടണം. 21 ആണെ 10, 24 ആണെ 13. ശരിയല്ലേ? ഇനി ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരം. എന്താണ്? LCM കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? LCM അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ആലോചിക്കാം. 18 ആണെങ്കിൽ റിമൈൻഡർ 7, അപ്പോൾ 18 മൈനസ് 7. അതുപോലെ 21 ആണെങ്കിൽ റിമൈൻഡർ 10, അപ്പോൾ 21 മൈനസ് 10. അതുപോലെ 24 ആണെങ്കിൽ 13 ആണ് വരുന്നത്. ഇത് മൂന്നും കൂടെ എടുത്താൽ നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മളെല്ലാം പരിഗണിച്ച് ഇങ്ങനെ അങ്ങോട്ട് എഴുതുമ്പോൾ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 11. അതിൻ്റെ അർത്ഥം എന്താ? LCM ആകുന്ന ആൾ ആരാണോ, LCM ആള് ആരാണോ അവനിൽ നിന്ന് 11 കുറയ്ക്കുക. അല്ലെങ്കിലോ മൾട്ടിപ്പിൾ ഓഫ് LCM എന്ന് പറയുന്ന ആൾ ആരാണോ അതിൽ നിന്ന് 11 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എപ്പോഴാണ് 0 വരുന്നത്? വെൻ ഡിവൈഡഡ് വിത്ത് 23. 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോൾ റിമൈൻഡർ 0 വരും? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ചോദ്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചെയ്യാൻ എളുപ്പം. ഇനി നമുക്ക് ഇവന്റെ LCM എന്താണെന്ന് നോക്കാം. 18 21, 18 21 24. LCM കണ്ടുപിടിക്കാൻ സ്ലാഷ് മെത്തേഡ് ഉപയോഗിക്കുക. ഏറ്റവും ആദ്യം ഇവനെ ഡിവൈഡ് ചെയ്യാനുള്ള ആളെ ആരെ എടുക്കണം? നമുക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ആളെ പറ. 3 എടുക്കാം. ശരിയല്ലേ? അപ്പൊ 3 എടുത്തു. 3 കൊണ്ട് വിട്ട് അപ്പൊ ഇത് 6, ഇത് വിട്ട് അപ്പൊ 7, ഇത് വിട്ട് അപ്പൊ എത്ര വരും? 8. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ ഒരു ഗുണം 2 എഴുതുക. 2 കൊണ്ട് വെട്ട് അപ്പൊ ഇതെത്ര വരും? 3. 2 കൊണ്ട് വെട്ട് ഇതെത്ര വരും? 4. ഇനി ഇവിടെ 7 ഉണ്ട്. ഇനി ആരൊക്കെയുള്ള? 7ഉം 3ഉം 4ഉം ഉണ്ട്. ഇത് അതേപോലെ 7 ഗുണം 3 21 4 എത്ര വരും? 84. അപ്പോൾ എൻ്റെ ആൻസർ എന്താ വരിക? 84 ഗുണം 6 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 84 ഗുണം 6 എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരിക? 504. അതായത് ഈ ചോദ്യത്തിന്റെ LCM എന്ന് പറയുന്നത് 504. ഇനി ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 504 എന്ന് പറയുന്ന ആളിനെ ഈ 3000 സംതിങ്ങിനകത്തേക്ക് എത്തിക്കണമെങ്കിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എനിക്കറിയാം 6 5 30. അതായത് 500 ഗുണം 6 എന്ന് പറയുന്നത് 3000-നകത്തേക്കാണ് വരുന്നത്. 3000 റേഞ്ചിനകത്ത് നിൽക്കുന്നുണ്ട് എന്നെനിക്ക് പിടികിട്ടി. അതുകൊണ്ട് ഈ 6ാം മൾട്ടിപ്പിൾ ആകുന്ന 504-ൽ നിന്ന് എത്ര കുറയ്ക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോമൺ ആകുന്ന 11 കുറച്ചാൽ മതിയായിരിക്കണം എൻ്റെ ആൻസറിലേക്ക് എത്താൻ. ഇതായിരിക്കും വഴി, വേറെ വഴിയില്ല. കാര്യം എന്താ? 504-ന്റെ കൂടെ ഇനി ഒരു 504 കൂടെ വന്നു കഴിഞ്ഞാൽ അത് എവിടെ പോകും? ഇനി ഒരു 504 കൂടെ വന്നാൽ, അതായത് 6 ഗുണം 504-ന്റെ കൂടെ ഒരു 504 കൂടെ വന്നാൽ എവിടെ പോകും? 3500 സംതിങ് വരും. ഇതെല്ലാം 3100 ആ ഒരു റേഞ്ചിൽ കിടക്കാം. 3000 3100 റേഞ്ചിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെയാണ് കൺഫേംഡ് എന്ന ആൻസർ പറഞ്ഞത് കേട്ടോ. ഇതങ്ങനെ ആൻസർ എത്ര വരും? 6 5 30. അപ്പം 3000 വരും. 6 4 24. 3024 6 ഗുണം 504 മൈനസ് 11 എന്ന് എടുക്കുമ്പോൾ എല്ലാം കൂടെ എത്ര വരുമായിരിക്കും? 3013. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഞാൻ വളരെ സാവധാനത്തിലാണ് പറയുന്നത്, പക്ഷെ മനസ്സിലാക്കാനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. വളരെ സാവധാനത്തിൽ, പക്ഷെ കാര്യം അറിഞ്ഞ് ചെയ്താൽ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിലേക്ക് പോകാം മക്കളെ. ഇവിടെ അവർ പറയുന്നത് സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിനെ കണ്ടുപിടിക്കണം. ആ നമ്പറിന്റെ പ്രത്യേകത എന്താ? 2 3 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരണം ഓരോ കേസുകളിലും. ഓക്കെ അല്ലേ മക്കളെ? എളുപ്പമാണ്. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. LCM എന്ന് പറയുന്നത് ഇവിടെ 4 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ എന്നാണ്. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും?
സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ 1000 അല്ലേ? 1000-നോട് അടുത്ത് നിൽക്കുന്ന 1000-ന് തൊട്ട് മുകളിലുള്ള സംഖ്യ കണ്ടുപിടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ഇതിന്റെ LCM എന്ത് വരും? 2, 3, 5. ഇത് പ്രൈം നമ്പേഴ്സ് അല്ലേ? പ്രൈം നമ്പറുകളാകുമ്പോൾ LCM കണ്ടുപിടിക്കാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ആൻ വാല്യൂ എന്ത് വരും? 30 എന്ന് വരും. ഇനി എനിക്കറിയാം ഈ പറയുന്ന 1000-നോട് അടുത്ത് നിൽക്കുന്ന LCM മൾട്ടിപ്പിൾ ആരാ ഉള്ളത്? മൾട്ടിപ്പിൾ ഓഫ് 30 വിച്ച് ഈസ് വെരി ക്ലോസർ ടു 1000 ആരാ ഉള്ളത്? എനിക്ക് അറിയാവുന്ന കണക്ക് വെച്ച് ലോജിക്കലി ചിന്തിച്ചാൽ 900 എനിക്ക് അറിയാവുന്ന ഒരു കണക്കാണ്. അതിന്റെ കൂടെ ഒരു 30 കൂടുമ്പോൾ അത് 930 ആവും. ഒരു 30 കൂടെ കൂടുമ്പോൾ 960 ആവും. ഒരു 30 കൂടെ കൂടുമ്പോൾ 990 ആവും. ഒരു 30 കൂടെ കൂടുമ്പോൾ അത് എത്ര ആവും? 1020. 4 ഡിജിറ്റ് നമ്പർ ആകുന്ന 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ കിട്ടിക്കഴിഞ്ഞു, 1020. ഓക്കെ ആണോ? ഇനി ചോദ്യം പറയുന്നത് റിമൈൻഡർ 1 വരണം. ഇതിന്റെ കൂടെ ഒരു ഒന്നുകൂടെ കൂട്ടിയാൽ എൻ്റെ ആൻസർ കിട്ടിക്കഴിയും 1021. സോ ദാറ്റ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? വളരെ നിസ്സാരം, ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി. അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോകാം. ഇവിടെ അവർ പറയുന്നത് എന്ത് കണ്ടുപിടിക്കണം? ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കൂ. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ? ഈ 4 9കൾ ചേർത്ത് എഴുതുന്ന ഇതാണ് ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതിനോട് അടുത്ത് നിൽക്കുന്ന എന്നാൽ ഇതിനേക്കാൾ ചെറുതാകാൻ സാധ്യതയുള്ളതായ ആ നമ്പർ കണ്ടുപിടിക്കുക. എന്താ പ്രത്യേകത? 7, 9, 11 എന്നിങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം. ഇങ്ങനെയുള്ള ചോദ്യത്തിന്റെ പ്രത്യേകതയിൽ 9 ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. റിമൈൻഡർ 5 വരുന്ന ആൾ ആരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? 9 വെട്ടി 7 7 14, 4 1 5 റിമൈൻഡർ വരുന്നു. ഇനി എന്താ? 9 വെട്ടി 6 3 9 വെട്ടി അവശേഷിക്കുന്നത് 2. റിമൈൻഡർ 2 വരുന്നു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. 9 വെട്ടി 6 4 10 7 17, 7 1 8 റിമൈൻഡർ വരുന്നത്. ശരിയല്ലേ? ഇവിടെ ഇനി എന്താ ഉള്ളത്? അടുത്ത ആള് ദാണ്ട് 9 വെട്ടി 6 3 വെട്ടി റിമൈൻഡർ 7 വരുന്നത്. മക്കളെ ഇവിടെ റിമൈൻഡർ 5 വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ചോദ്യത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കരുത്. 9 അതിനകത്തുണ്ടെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വഴി. ഓക്കെ ആണോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ചോദ്യം, മറക്കരുത്. പിന്നെ അതിൻ്റെ ആക്ച്വൽ മെത്തേഡ് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് LCM കണ്ടുപിടിക്കണം. LCM എങ്ങനെ കണ്ടുപിടിക്കും? 7 9 11. LCM എന്ന് പറയുന്നത് 7 ഗുണം 9 ഗുണം 11 എന്നാണ് ചെയ്യേണ്ടത്. കാര്യം ഇവർക്കിടയിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എടുത്താൽ മതി. 7 ഗുണം 9 63, 63 ഗുണം 11. 11 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യം 3 അതേപോലെ എഴുതണം. അത് കഴിഞ്ഞ് 6 3 കൂടെ കൂട്ടണം. എത്ര വരും? 9. ഇനി 6 അതേപോലെ എഴുതണം. അപ്പൊ 693. LCM എത്ര വരുന്നേ? 693. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റിമൈൻഡർ 5 അല്ലേ വരണ്ടേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ 9 9 9 9 എന്ന സംഖ്യ ഞാൻ എവിടെ നിന്ന് കുറയ്ക്കണം? എവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 693 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് റിമൈൻഡർ വരുമെന്ന് നോക്കേ. ഒരു വട്ടം അടങ്ങും 693. ഞാൻ ഇവിടെ തൽക്കാലം കോഷ്യന്റ് എഴുതുന്നില്ല. കാര്യം നമുക്ക് വേണ്ടത് റിമൈൻഡർ അല്ലേ? ഒരു തവണ അടങ്ങും, അതങ്ങോട്ട് എഴുതി. ഇനി അങ്ങോട്ട് കുറച്ച് വെച്ചേ. 9 3 പോയാൽ 6, 9 9 പോയാൽ 0. ഇനി ഇവിടെ 9 6 പോയാൽ 3, ഒരു 9 താത്തിറക്കി, 3069. ഇനി എനിക്കറിയാം 693ന്റെ ഗുണിതമായിട്ട് എത്ര ആയിരിക്കും വരുന്നത്? ഇതിനകത്തടങ്ങുന്നത് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2 7 9 9 4 എത്ര? 36. ഇവിടെ 1 ആകുമ്പോൾ 37ന്റെ 7 3 ശിഷ്ടം 6 3 6 4 24. എത്ര വരുന്നത്? 3 27. 2 7 7 2 എന്നാ വരുന്നത്. ഇതങ്ങോട്ട് എഴുതിക്കോ. 2 7 7 2. അതാണ്ട് 9 2 പോയാൽ 7, 16 7 പോകണം. അപ്പൊ ഇവിടുന്ന് ഒന്ന് കടമെടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങ് 9 ആവും. 16 7 പോയാൽ എത്ര? ഒരു 9 7 16. 9 7 പോയാൽ 2, 297. ശരിയല്ലേ? ഈ പറയുന്ന 297 ആകുന്ന ആളിനെ ഈ 9 9 9ൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ ആണോ? എത്രനെ കുറയ്ക്കണമെന്നാ പറഞ്ഞേ? 297നെ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എത്ര വരും? 9 7 പോയാൽ എത്രയാ വരിക? 2. 9 9 പോയാൽ 0. 9 2 പോയാൽ അല്ലേ വേണ്ട, 99 2 പോയാൽ 97. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതാണ് റിമൈൻഡർ 693 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആകുന്ന ആള്. ശരിയല്ലേ? ചോദ്യം പക്ഷെ പറയുന്നത് 5 റിമൈൻഡർ വരണമെന്നാ. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ 5 കൂട്ടിയാൽ മതി. സോ 9707 എന്നായിരിക്കും ആൻസർ വരുന്നത്. പിടികിട്ടിയോ? ഇതെന്റെ ആക്ച്വൽ മെത്തേഡ്. ഞാൻ ആദ്യം പറഞ്ഞത് അതിന്റെ ജുജുബി മെത്തേഡ്. ഓക്കെ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് പോകുന്നു. 9th ക്വസ്റ്റ്യൻ നോക്കേടാ. 400 ഉണ്ട്, 500 ഉണ്ട്, 600 ഉണ്ട്. ഇതിനിടയിൽ അടങ്ങുന്ന 6 കൊണ്ടും 12 കൊണ്ടും 16 കൊണ്ടും ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരാത്ത ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാമോ? അല്ലെങ്കിൽ റിമൈൻഡർ വരാത്ത ആ ആളുകളുടെ സമ്മ് കണ്ടുപിടിക്കാമോ? ഒന്നുമില്ല, എളുപ്പം. ആദ്യം LCM വേണം. ആരുടെ LCM? 6 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്. ഇവരുടെ 3 പേരുടെയും LCM എത്ര ആയിരിക്കും? 48. ഓക്കെ അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാവുന്നതല്ലേ ഉള്ളൂ. ആണോ?
സോറി 16 ഇവിടെ വരുന്നത്. ഇവന്മാരുടെ LCM എത്ര ആയിരിക്കും? 48. 16ന്റെ മൾട്ടിപ്പിൾ നോക്കി അതിനകത്ത് ആരടങ്ങും, 12ഉം 6ഉം ഒക്കെ അടങ്ങുമോ എന്ന് നോക്കിയെടുത്താൽ മതി. 48 ശരിയല്ലേ? വരുന്നുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? 48ന്റെ ഗുണിതമായിട്ട് 400നും 600നും ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പെട്ടെന്ന് കിട്ടാൻ 480 ആണെന്ന് ഓർക്കാം. ഒന്ന് പുറകിലോട്ട് വന്നാൽ 432 തൊട്ട് മുമ്പത്തെ മൾട്ടിപ്പിൾ. ശേഷം പോയാൽ 500 എത്ര വരുമായിരിക്കും? 500 എത്ര വരും? 528 ആയിരിക്കും വരിക. ശരിയല്ലേ? 40 പോവും, പിന്നെ ഒരു 8ഉം കൂടെ. ഇനി ഒരു 48 കൂടെ വരുമ്പോഴത്തേക്ക് 40 ആയപ്പം 60, 20 ആയപ്പം 60, 7 ആയപ്പോൾ 576 എന്ന് വരും. ഇത് ഇത്രയും കൂടെ കൂട്ടാൻ അവർ പറയുന്നത്. ശരിയല്ലേ? ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരിക? 2 0. 2 8 2 10 6 16 6 ശിഷ്ടം 1. ഇനി 3 8 3 11 2 13 7 20 1 21ന്റെ 1. 16 അവസാനിക്കുന്ന ഒരേ ഒരാളല്ലേ ഉള്ളൂ. ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ആൻസർ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 20 16 എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ മക്കളെ? ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ആകുന്ന മെത്തേഡ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എവിടെയാണ് നിങ്ങൾ ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടത്, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പിടികിട്ടുന്നത് എവിടെയെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ലോജിക് എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉണ്ടാകണം. നമ്മൾ എഴുതാൻ പോകുന്ന RRB എക്സാമുകൾക്കൊക്കെ നമുക്ക് 90 മിനിറ്റോളം ആകുന്ന സമയം വരും. അവിടെ നമുക്ക് GK നമുക്ക് വളരെ സമയം കുറച്ച് ചെയ്തു തീർക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സ് റീസണിങ്ങിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം നമുക്ക് കിട്ടും. അതിനകത്ത് കുറച്ച് 1 മിനിറ്റിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം വിചാരിക്കുക ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 40 സെക്കൻഡിനകത്ത് സോൾവ് ചെയ്യേണ്ടതുണ്ട്. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. എളുപ്പം പറ്റുന്ന ചോദ്യങ്ങൾ എളുപ്പം ചെയ്ത് മാറ്റി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ആ ഒരു പ്രാക്ടീസ് ചെയ്ത് സ്കില്ലിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം, ആ ഒരു ലെവലിലേക്ക്. അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ടെലഗ്രാമിനകത്തേക്ക് ജോയിൻ ആയാൽ നിങ്ങളുടെ ജനറൽ ആകുന്ന ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ അവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്നോടൊപ്പം, അതായത് നിങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ ക്ലാസ് ഞാൻ അവിടെ എടുത്താൽ ഈ 1 മണിക്കൂർ നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അതായത് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും. ഞാൻ മാക്സിമം ഞാനൊരു 3 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ 3 മണിക്കൂർ നിങ്ങൾക്ക് പഠിച്ചു ഒരു ദിവസം എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയാം. ആ രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.